പ്രൈസ് ദി ലോർഡ്. വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ, ഒരു നല്ല ജീവിതാനുഭവം പിന്നെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ സീനിയറാകുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ, നോർത്ത് ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് വേല ചെയ്യുന്ന ഒരു പ്രിയ പാസ്റ്ററുകളാണ് ഇന്ന് നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ കടന്നു വന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് ആരംഭിക്കാം. ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ പിതാവേ, നല്ല ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിലേക്ക് ഒന്നിച്ച് വരുവാന്തുകൊണ്ട് അവിടുന്ന് ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി കർത്താവെ, ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ ആത്മീയ ധൈര്യത്തിനും ബലത്തിനും കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. അടിയങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കണം. ദൈവമഹത്വം ഞങ്ങളുടെ പേരിൽ വെളിപ്പെടണം. ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലതാഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. നോർത്ത് ഇന്ത്യൻ അനുഭവങ്ങൾ അത് വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, ഒത്തിരി ദേവദാസന്മാർ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗത്ത്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും കാണുന്ന ശക്തമായ സഭാവളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. അങ്ങനെ വളരെ വർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒത്തിരി ജീവിതാനുഭവങ്ങളുള്ള ഒരു പ്രിയ പാസ്റ്ററുകളാണ് ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് എന്നോട് ആസാദിയുടെ ഒരു പ്രേക്ഷകൻ പറയുവാനിടയായി തീർന്നു, എല്ലാ ആഴ്ചയിലും നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു മിഷണറിയെ കൊണ്ടുവന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. കാരണം അവരുടെ അനുഭവങ്ങൾ നമ്മളെ ഉത്തേജിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് വി വിറ്റ്നസിൻ്റെ തിങ്കളാഴ്ച തോറുമുള്ള ഈ സെഷനിൽ എപ്പോഴും മിഷണറി അനുഭവങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്നും നമ്മൾ അങ്ങനെ ഒരു അനുഭവം കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് പ്രിയപ്പെട്ട പാസ്റ്റർ ജോർജ് ജോൺ അങ്കിളാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ അങ്കിളിനെ നമ്മുടെ ഈ ലൈവിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം അങ്കിൾ. പ്രൈസ് ദി ലോർഡ്. ഓ, ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട്. ഡൽഹിയിലാണ് അല്ലേ? അതെ, ഡൽഹിയിലാണ് ഇപ്പോൾ. എത്ര വർഷമായി ഡൽഹിയിലായിട്ട്? ഡൽഹിയിലായിട്ട് 32 വർഷത്തോളമായി. 32 വർഷമായി ഡൽഹിയിലായിട്ട്. ആ, ശരി. അതിനു മുമ്പോ? ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ആയിട്ട് 46 വർഷമായി. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ. ശരി, 46 വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിലാണ് ആയിരുന്നു. അപ്പൊ ആദ്യം നോർത്തിൽ എവിടെയാ പോയത്? ആദ്യമായിട്ട് ഞങ്ങൾ വന്നത് പത്താംകോട്ടാണ്. ഓക്കെ. പത്താംകോട്ട് PG വർഗീസ്, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം. ഓ, ശരി. അദ്ദേഹമാണ് എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അത് ശരി. അപ്പൊ PG അങ്കിളിന്റെ പത്താൻകോട്ട് ഉള്ള ആ ഒരു സ്ഥലത്താണ് ആദ്യം ചെല്ലുന്നത്. അതെ, ശരി, ശരി. അപ്പൊ നാട്ടിലെവിടെയാ അപ്പച്ചാ നിങ്ങളൊക്കെ? നാട്ടിലെവിടെയാ? എന്റെ വീട് നാട്ടില് തിരുവല്ല വളഞ്ഞവട്ടം. ഓക്കെ. ഡിസ്ട്രിക്ട്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തിരുവല്ല വളഞ്ഞവട്ടം. അതെ, ശരി. വളഞ്ഞവട്ടമൊക്കെ എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളാ. അവിടെ ഞങ്ങളിപ്പോ അവിടെ കൂടിക്കൊണ്ട ബദൽ IPC ചർച്ചാണ് അവിടെ ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ ശരി. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് കുടുംബകാര്യമൊക്കെ ഒന്ന് കേൾക്കാം. മാതാപിതാക്കളെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് കേൾക്കാം. അതെങ്ങനെയുള്ള വിവരങ്ങളൊന്ന് പറയുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. പറയാം. അതെ, ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവിൻ്റെ പേര് തോമസ് ജോൺ ആണ്, അല്ലെങ്കിൽ വീട്ടിൽ എടുക്കുന്ന കൊച്ചുകുഞ്ഞ്. മാതാവിൻ്റെ പേര് തങ്കമ്മ, ഓഫീസ് നെയിം അന്നമ്മ ജോൺ. അപ്പോൾ ഞങ്ങള് 5 സഹോദരന്മാരാണ്. എൻ്റെ മൂത്ത 2 പേരും ഇളയ 2 പേരും, ഞങ്ങൾ അങ്ങനെ 5 പേരാണ്. അങ്ങനെ ഞങ്ങൾ യാക്കോബ സമുദായത്തിൽ അവിടെ കൂടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്നതായ ഒരു സമയത്ത് പെട്ടെന്ന് എൻ്റെ മാതാവിന് ഒരു രോഗം പിടിച്ചു,
രോഗം എന്ന് വെച്ചാൽ രക്തം പോവുക. അത് ആ രക്തം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നാൽ വളരെ പ്രയാസം. നമ്മുടെ വീടിന്റെ വെളിയിലോട്ട് ചെന്നാൽ പിന്നെ അതൊന്നുമില്ല. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഇതറിഞ്ഞ് വീട്ടിൽ വന്നു. ഉടനെ അമ്മച്ചിയോട് ഞങ്ങളോട് പറഞ്ഞു, ഇത് അമ്മയുടെ രോഗമല്ല, ഇതോ ഏതെങ്കിലും ഒരു ശുദ്ധമോ അതോ മറ്റോ എന്തോ കാര്യമെന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പച്ചനെ കൂട്ടിക്കൊണ്ട് മുട്ടാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കത്തോലിക്ക പള്ളി കൊണ്ടുപോയി. അവിടെ അച്ഛൻ ഏതോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, 13 ആഴ്ച നിങ്ങൾ ഉപവാസം എടുക്കണം. അതെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച രാത്രിയിൽ ആഹാരം കഴിച്ചാൽ പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോയി വന്നിട്ട് ആഹാരം വെച്ച് കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞു. അവിടെ യൂണിയൻ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിന്റെ പ്രശ്നം അറിഞ്ഞപ്പോൾ ഒരു 3-5 സഹോദരന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നമുക്ക് വേണ്ടി അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, കൂടോത്രം ചെയ്തു. ഒരു തകിട്, ലോഹയുടെ ഇരുമ്പിന്റെ തകിട് ചെയ്തിട്ട് ഞങ്ങളുടെ വീടിന്റെ പടിക്കൽ കൊണ്ട് കുഴിച്ചിട്ടു. അപ്പോൾ ഇങ്ങനെ വന്നപ്പം അതുകൊണ്ടാണ് ഈ രോഗം വന്നത്. പിന്നെ ഞങ്ങള് വളരെ രീതിയിൽ അങ്ങ് പ്രാന്തന്മാരെ പോലെ, എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നങ്ങ് ഇറങ്ങിപ്പോകണം, പഠിക്കാനുള്ള ഒരു ചിന്ത മറ്റൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദൈവദാസൻ, ഭാര്യാവ് യാനോച്ചായൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞെന്ത് ചെയ്തു, ഈ ലോഹ കണ്ടെടുത്തു. അത് പിന്നെടുത്ത് വെളിയിൽ കൊണ്ട് കളഞ്ഞു. അപ്പോൾ ചെയ്തത് ഇതിനു വേണ്ടിയാണ്, അമ്മ അങ്ങനെ രക്തം പോയി മരിക്കണം, പിതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, ഞങ്ങളും ബുദ്ധിയില്ലാത്ത തീരണം. പക്ഷെ ദൈവകൃപയാൽ അങ്ങനെ പ്രാർത്ഥന നടത്തിയത് കൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് കർത്താവ് വിടുവിച്ച് നമുക്ക് സൗഖ്യമെല്ലാം തന്നു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ മാതാവും എൻ്റെ മൂത്ത സഹോദരനും കൂടെ ചർച്ചിൽ ഞങ്ങൾ IPC ചർച്ചിൽ പ്രേയറിന് പോയി. അവിടെ ഇരുന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എൻ്റെ മമ്മിയും എൻ്റെ മൂത്ത സഹോദരനും കൂടെ ഒന്നിച്ചാണ് സ്നാനപ്പെട്ടത്. അങ്ങനെ അവർ സ്നാനപ്പെട്ട് നമ്മൾ IPC ചർച്ചിൽ പോകാൻ തുടങ്ങി. അപ്പം ഞങ്ങളും കൂടെ പോകാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1963 ഞാൻ രക്ഷിക്കപ്പെടുവാൻ കർത്താവിടയായി. 66 കുമ്പനാട്ടെ കൺവെൻഷന് അവിടെ സ്നാനപ്പെടുവാൻ ഞാൻ തീരുമാനിച്ച് അവിടെ പോയപ്പോൾ സ്നാനം കാണുവാൻ എൻ്റെ പിതാവും കൂടെ വന്നു. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഞങ്ങളുടെ ഭാഷയോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടാം. അപ്പം മറ്റു തുണി എടുത്തിട്ടില്ല. പിന്നെ ഞാൻ സ്നാനപ്പെട്ട എൻ്റെ ആ മുണ്ടും എൻ്റെ ഷർട്ടും ഇട്ടുകൊണ്ടാണ് പിതാവ് സ്നാനപ്പെടുന്നത്. അങ്ങനെ എൻ്റെ മാതാവും എൻ്റെ മൂത്ത ജ്യേഷ്ഠനും ഞാനും എൻ്റെ പിതാവും അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ട് ദൈവത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ എയർഫോഴ്സിലാണ് കുടുംബമായിട്ട് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബെച്ചൂച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു യൗവനക്കാരൻ പിശാച് ബാധിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇവിടെ വന്ന പ്രാർത്ഥിച്ച സുഖം വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അങ്ങ് ഇളകി. അപ്പോൾ ഇവനെ പിടിച്ചു നിർത്താൻ ഞങ്ങളെ കൊണ്ട് നോക്കുന്നില്ല. അപ്പോൾ അന്ന് എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും ചുട്ടിയായിട്ട് അവധിക്ക് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് ചേട്ടനെ വിളിച്ച്, അച്ചാച്ച ഇങ്ങോട്ട് വന്നേ,
ഇയാളെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇവനെ അമർത്തി പിടിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവനിൽ സാത്താൻ അവന് വിട്ടുപോയി. അവൻ നല്ല ബുദ്ധിയായിത്തീർന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും കൂടെ അവർ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ശേഷമാണ് രണ്ടാമത് അവർ പോയത്. അങ്ങനെ എൻ്റെ നേരെ ചേട്ടൻ അവൻ കർത്താവിൽ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവത്തെ ആരാധിച്ച് കൊണ്ട് ഇരിക്കുമ്പോൾ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ എന്നോട് എൻ്റെ കൂടെയുള്ള സഹോദരൻ പറഞ്ഞു, ജോർജ്, നിന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കോട്ടയത്ത് വടവൂർ ITC TM ഫിലിപ്പിന്റെ അപ്പച്ചന്റെ ബൈബിൾ കോളേജിൽ 2 വർഷക്കാലം പഠിക്കുവാൻ കർത്താവ് ഇടയാക്കി തന്നു. എൻ്റെ ജനനത്തീയതി 12/6/48 എൻ്റെ ജനനത്തീയതി. അപ്പോൾ ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ 2 വർഷം ബൈബിൾ സ്കൂൾ പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഞാൻ എങ്ങോട്ട് പോകണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടത്തുവ നീലേറ്റുപുറത്ത് ഇപ്പം നമ്മുടെ KC ജോൺ നടത്തുന്നതായ ആ ചർച്ചും അവിടെ ആദ്യം പ്രവർത്തിപ്പാൻ കർത്താവിന് ഇടയായി. അവിടെ പലരും രക്ഷിക്കപ്പെടാൻ സ്നാനപ്പെടുവാനും അങ്ങനെ അവിടെ ഒരു വീട്ടിൽ ആരാധന ആരംഭിച്ചു. അങ്ങനെ കർത്താവിൻ്റെ വേല വിജയമായി മുന്നോട്ട് പോകുമ്പോഴാണ് KC ജോൺ അവിടെ വരികയും അങ്ങനെ അവിടുത്തെ വേല ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമതായിട്ട് ഞാൻ പോയത് മല്ലപ്പള്ളി എന്ന് പറയുന്നതായ ഒരു സ്ഥലത്താണ്. അത് മല്ലപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിനടുത്തൊരു ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്. അതിൻ്റെ മാനേജർ തോമസ് തൻ്റെ ഭവനം, തൻ്റെ ഭാര്യയും 2 മക്കളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ മുറി തുറന്നു തന്നു. അങ്ങനെ എല്ലാ ആഴ്ചയും ഞാൻ അവിടെ പോയി മീറ്റിംഗ് നടത്തുമ്പോൾ ഇദ്ദേഹം ഭയങ്കര കുടിയനാണ്. അപ്പൊ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ കൂടെ കുടിപ്പിച്ച് ഈ മീറ്റിങ്ങിന് മധ്യേ കൊണ്ടിരുത്തി. അവിടെ ഇരുത്തിയപ്പോൾ വന്നവരൊക്കെ അങ്ങ് ഭയപ്പെട്ടു. ഞങ്ങളെ തല്ലുമോ എന്തൊക്കെ ചെയ്യുമോ എന്ന്. ഞാൻ പറഞ്ഞു അദ്ദേഹം ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം ശാന്തമായിട്ടിരുത്തി. ഒടുക്കം ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഛർദ്ദിക്കണം. ഞാൻ പറഞ്ഞു വെളിപ്പോയി ഛർദ്ദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഛർദ്ദിച്ച് മുഖവും കാലുമെല്ലാം കഴുകി നല്ല സമ്മരനായിട്ട് വീട്ടിൽ കടന്നു വന്നിട്ട് രക്ഷിക്കപ്പെടുവാനും അങ്ങനെ കർത്താവിൻ്റെ വേല അവിടെ വളരുവാൻ കർത്താവ് ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ മാവേലിരിക്കുന്ന ഒരു പാസ്റ്റർ അവിടെ വരികയും ആ ചർച്ച ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ നടത്തിക്കൂ, ഞാൻ വേറെ എവിടെയെങ്കിലും പൊക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എടത്തുവ പാണ്ടങ്കേരി എന്ന സ്ഥലമുണ്ട്. അവിടെ ഞാൻ പോയി അവിടെയും പ്രവർത്തിച്ച് ഒരു സഭ ഇവിടെ എടുത്തപ്പോൾ അവിടെയുള്ള ഒരു സഹോദരനെ ഞാൻ അവിടെ പാസ്റ്റാക്കി അവിടെ നിർത്തി. അങ്ങനെ അത് പിന്നെ തടിയൂര് കടയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വന്നു. അങ്ങനെ കടയാറിൽ ആരുമില്ല, ഞാൻ തന്നെ ട്രാക്ട് കൊടുക്കുക, വീട് കയറി പ്രാർത്ഥിക്കുക. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ഭയങ്കര കരച്ചിൽ കേൾക്കാം. അപ്പൊ ഞാനത് മരണമാണോ അതോ രോഗമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലെ സഹോദരൻ ചാക്കോച്ചെന്നാണ്. അദ്ദേഹം വയറ് നമ്മുടെ ബലൂൺ ഊതി വീർപ്പിക്കുന്നത് പോലെ കാറ്റുകൊണ്ട് വയറൊന്ന് വീർത്ത് പൊട്ടിപ്പോകുന്ന അനുഭവം അങ്ങ് വേദന കൊണ്ട് അലച്ചു പോവുക. കാരണം നമ്മൾ നോക്കിയാൽ അങ്ങനത്തെ അദ്ദേഹത്തിന് തൻ്റെ മുഖം വയറ് വീർത്തിരിക്കുന്നതുകൊണ്ട് പുറകിലെ കാല് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അങ്ങ് ബലൂൺ വീർപ്പിക്കുന്ന പോലെ അങ്ങ് വീർത്ത് വേദനയാണ്. ഞാൻ പിന്നെ അവരോട് സുവിശേഷം പറഞ്ഞ് ആ മാതാവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ കർത്താവ്
അദ്ദേഹത്തെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. ഞാൻ ആ വയറ്റിന്റെ പുറത്ത് കൈവച്ച് പ്രാർത്ഥിച്ച നസ്രാന യേശുവിന്റെ നാമത്തിൽ ഈ ഗ്യാസിനെ എപ്പോൾ തന്നെ വിട്ടുപോകണമെന്ന് പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞപ്പോൾ ബലൂണിൽ നിന്ന് കാറ്റടിച്ച് വരുന്ന പോലെ വായിക്കൂടെ മൂക്കിക്കൂടെ കാറ്റിങ്ങനെ പറന്ന് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പഴയതുപോലെ വയറെല്ലാം ചൊക്കി വളരെ ശാന്തതയോടെ കിടന്നുറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീട്ടുകാരന് ഭാഷ ഒരു കാര്യം ചെയ്യും, എന്നും പോകണ്ട, ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളിയും ശനിയും ഞായറും പോവുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്ന് അവർ സഭ ആരംഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സഭയ്ക്ക് വേണ്ടി എനിക്കൊരു സ്ഥലമുണ്ട്, അതിനൊക്കെ സുഖമായിട്ട് വേണമെന്ന് പറഞ്ഞ് സ്ഥലം തന്നു. അതിനോട് കാര്യം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു IPC-കാരനായ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ അവിടെ ഇല്ലാത്ത അവിടെ വരികയും അവിടെ താൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞൊരു കാര്യം ഭഗവാൻ പ്രവർത്തിച്ചു, ഞാൻ ഇവിടെ മറ്റൊരു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് മാറി നീരേറ്റോർത്ത് നിന്ന് പിന്നെ വെള്ളാപ്പള്ളി പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വന്നു. അവിടെ വരുമ്പോൾ ഒരു ബൈബിൾ കോളേജ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉടമസ്ഥൻ പ്രിൻസിപ്പാള് TG ഈശോ എന്ന് പറയും. അദ്ദേഹം കുടുംബം അമേരിക്കയിലാണ്. പക്ഷെ ബൈബിൾ സ്കൂൾ നടത്താൻ ആരുമില്ല, അവിടെ ചർച്ചുമുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഭാഷ ഒരു കാര്യം ഈ ബൈബിൾ സ്കൂൾ നടത്ത്, ഈ ചർച്ച നടത്താൻ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ചില വർഷക്കാലം അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കേട്ടു, PG വർഗീസ് തിരുവല്ല ഷാരോൺ ഓഡിറ്റോറിയത്തിൽ വരുന്നെന്ന് കേട്ടു. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വേല കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണുവാൻ വേണ്ടി ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ അവിടെ മുഴുവൻ ഭാഷണന്മാരെ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുക. ഒന്ന് കാല് വെക്കാൻ സ്ഥലമില്ല. എങ്കിലും ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ കയറി ഒരു കോണിൽ നിന്നു. ഈ പ്രസംഗം തൻ്റെ സാക്ഷിയെല്ലാം കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 150 ഭാഷമാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം അവരാരോടും സംസാരിക്കാതെ കൈ കൊടുക്കാതെ നേരെ എൻ്റെ അടുക്കൽ വന്നു. എനിക്ക് കൈ തന്നെ ചോദിച്ചു, പേരെന്തോ, എന്താ ചെയ്യുന്നത്, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ PG വരസ് എന്നോട് പറഞ്ഞു 10-ാം കോട്ട് ചെല്ലണമെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് PG വരസ് തിരിച്ചങ്ങ് പോയി. ഞാൻ വെള്ളാപ്പള്ളി വന്നു. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ 3 ദിവസത്തെ ഉപവാസപ്രം നടക്കുക. അപ്പോൾ കരുവാറ്റ തോമാച്ചാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അത് ഞങ്ങൾക്കറിയത്തില്ല ആരാ എന്താന്ന്, താൻ രാത്രിയിൽ കിടന്ന് ഉറങ്ങിയപ്പം ഭിത്തിയിൽ എഴുതി കാണിച്ച് എൻ്റെ അപ്പച്ചൻ്റെ പേരും എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് മുഴുവൻ എഴുതി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് എഴുതിയെടുക്കുക, എന്നിട്ട് ഈ അഡ്രസ്സിൽ പോകാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഇതെല്ലാം എഴുതിയെടുത്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് പ്രയത്നം കൊണ്ട് എൻ്റെ തലയെ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറിനെ അന്യഭാഷ പറയുന്ന ജനത്തിൻ്റെ നടുവിലേക്ക് അയക്കാൻ പോകുന്നു എന്ന്. അപ്പം ഞാൻ ചെയ്ത് എന്തോ പാടാ, ഞാൻ 63 രക്ഷിക്കപ്പെട്ടു, 66 സ്നാനപ്പെട്ടു, അതോടുകൂടെ തന്നെ അഭിഷേകം പ്രാപിച്ചു. പിന്നെ ഇനി എന്തോ ഈ അന്യഭാഷ എന്ന് പറയുന്നത്. എന്തോ ആയാലും ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവദാസം പോയി. അങ്ങനെ PG വരസ് അവിടെ ചെന്നിട്ട് എനിക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്ത് ടിക്കറ്റ് തിരുവല്ല, ന്യൂഡൽഹി 10-ാം കോട്ട് ഈ ടിക്കറ്റ് എനിക്ക് അയച്ചു തന്നു രജിസ്റ്ററായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലെറ്റർ മലയാളം ഹിന്ദിയിലും എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ലെറ്റർ കിട്ടിയപ്പോൾ ഞാൻ അതുകൊണ്ട് ഞങ്ങളുടെ പാസ്റ്റർ ഭൈത്തോമിൽ ചെന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഒരു തീരുമാനമെടുത്തു,
ഞാൻ പത്താങ്കോട്ട് പോകണമെങ്കിൽ ഞാൻ ആരോടും ഒരു പൈസ പോലും ചോദിക്കത്തില്ല. എനിക്ക് പോകുന്നതിന് 2 ദിവസം മുമ്പ് എനിക്കൊരു സപ്പോർട്ട് ആരെങ്കിലും തന്നാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അന്ന് ഷില്ലോങ്ങിലായിരുന്നു. എൻ്റെ പേരിൽ 500 രൂപ അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, മോൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ഈ രൂപയും കൊണ്ട് നാട്ടിൽ നിന്ന് ഒരു കടയിൽ നിന്ന് 2 പാൻറ്റും 2 ഉടുപ്പും 2 ബനിയനും ഇതൊക്കെ എടുത്തൊരു ചെറിയ പെട്ടി മേടിച്ച് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിവാഹത്തിൻ്റെ ആലോചന. 1977 ഞങ്ങളുടെ വിവാഹം നടന്നു. എൻ്റെ ഭാര്യയുടെ പേര് അന്നമയ്യ ജോർജ്, അല്ലെങ്കിൽ കുഞ്ഞുമോൾ. എൻ്റെ ബിസിനസിൻ്റെ ഭാര്യ വീട് കീഴായിപ്പൂർ മല്ലപ്പള്ളിയിലാണ്. അവർ പിതാവും മാതാവും ഒരു സഹോദരനും 4 സഹോദരന്മാരുമാണ്. എന്നാൽ അപ്പോൾ അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ബീച്ചിൽ എൻ്റെ പിതാവും എൻ്റെ മാതാവും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അതിനുശേഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 78-ാം വർഷത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് 10-ാം കോട്ട് വന്നു. കർത്താവേ, എനിക്ക് ഈ വഴിയോ ട്രെയിൻ എവിടെ പോകുന്ന അറിയത്തില്ല. പ്രാർത്ഥിച്ച് ഞാൻ തിരുവല്ല സ്റ്റേഷനിൽ വന്ന് എൻ്റെ റിസർവേഷൻ കമ്പാർട്ടിൽ ഞാൻ ഇരുന്നു. അങ്ങനെ ട്രെയിൻ വിട്ടപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. കോട്ടയം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹം ചോദിച്ചു, സഹോദരൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ മിലിറ്ററിക്കാരനാണ്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. എന്നാൽ എനിക്ക് ട്രാൻസ്ഫറായി ഞാൻ ജമ്മുവിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാൻ ആദ്യമായിട്ട് പോകുക, എനിക്ക് 10-ാം കോട്ട് പോകണം, ഇതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ന്യൂഡൽഹി ചെന്നപ്പം, കാരണം ഡൽഹി ചേഞ്ച് ചെയ്യണമല്ലോ ട്രെയിൻ. അപ്പം ഞാൻ ചേഞ്ച് ചെയ്താൽ എൻ്റെ ട്രെയിനിലാണ് അവിടെ നിന്ന് എനിക്കറിയത്തില്ലല്ലോ. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പോകുന്ന അതേ ട്രെയിനിൽ തന്നെ ആ മിലിറ്ററിക്കാരനും ആ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ തൻ്റെ സീറ്റും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരിരുന്ന്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, 5 മണിയാകുമ്പോഴത്തേക്ക് മാത്രം 10-ാം കോട്ട് ചെല്ലുമെന്ന്. അപ്പോൾ PG വർഗീസ് എനിക്ക് ആ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു, 5-5:30 ആകുമ്പോഴേ 10-ാം കോട്ട് വരത്തുള്ളൂ. അത് വന്നാൽ ഇറങ്ങി വെളിയിൽ പോകരുത്, വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കണം, 7 മണി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാവുമെന്ന് ലെറ്റർ എഴുതി തന്നു. അങ്ങനെ 10-ാം കോട്ട് എന്ന മിലിറ്ററിക്കാരൻ ഇതാ 10-ാം കോട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി വെയിറ്റിംഗ് ഷെഡിലിരുന്നു. അപ്പോൾ PG വർഗീസ് താമസിക്കുന്ന വീട്ടിൽ പോകണമെങ്കിൽ അവിടെ ഹിന്ദിക്കാരെല്ലാം. അപ്പോൾ ആ ഹിന്ദി എന്നെ മലയാളത്തിൽ എഴുതി തന്നു. ഞാൻ ഈ ഹിന്ദി മലയാളത്തിൽ വായിച്ച് വെളിയിലോട്ട് ചെന്നപ്പോൾ സൈക്കിൾ റിക്ഷക്കാരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്ദിരാ കോളനിയിൽ പോകണമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ ആ റിക്ഷക്കാരൻ പറയാണ്, PG വർഗീസ് ഭാഷ അവിടെ വീട്ടിലാണ് പോകേണ്ടതെന്ന്. നോക്കണം ദൈവത്തിൻ്റെ വഴി. അപ്പോൾ സൈക്കിൾ റിക്ഷയിലിരുന്നു, എന്നെ അവിടെ കൊണ്ടിറക്കി. അങ്ങനെ 3-4 മാസക്കാലം അവിടെ ചില ട്രെയിനിങ് ഒക്കെ ഉണ്ട്. കാരണം ഹിന്ദി പഠിക്കാനും ഹിന്ദിക്കാരുടെ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 10-12 പേര് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ PG സാർ പറയും, നിങ്ങൾ ഹിന്ദി പറയണമെന്ന്. ഞാൻ ചോദിച്ചു, സാറേ ഞങ്ങൾ ആരോടാ ഹിന്ദി പറയേണ്ടത്? ഹിന്ദിക്കാരില്ല, പിന്നെ ഞങ്ങൾ പറയണം. അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞു, അച്ഛൻ സാറൊരു കാര്യം ചെയ്യും, ഈ 2 പേരെ വെച്ച് ഓരോ സ്റ്റേഷനിലേക്ക് അയക്കാൻ പറഞ്ഞു. എന്താ, കാരണം നമ്മളൊരു ഗ്രാമത്തിൽ പോയാൽ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ എന്ത് പറയണം? ഹിന്ദി പറയണം. അപ്പം പറഞ്ഞു, ശരി. അങ്ങനെ പറഞ്ഞ് ഓരോരുത്തരും ഈ 2 പേരെ വെച്ച് ഓരോ ഗ്രാമത്തിൽ അയച്ചു. അപ്പോൾ ഞാൻ മാത്രം തനിയായി.
ഞാൻ ആരോടെ പോകണം കർത്താവേ? അങ്ങനെ ഇരിക്കുമ്പോൾ പത്താംകോട്ട് മിലിറ്ററി ജോലി ചെയ്യുന്നതായ ഒരു റാന്നിക്കാരൻ, ഒരു ചാക്കോച്ചായൻ, തൻ്റെ ഭാര്യ, ഒരു 3 വയസ്സുള്ള കുഞ്ഞ് റിട്ടയർഡ് ആയപ്പോൾ അവർ പത്താംകോട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾക്കും കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്. അപ്പോൾ കൂടെ ചുറ്റുചിറയുള്ള വന്നപ്പോൾ ചാക്കോ സാർ അല്ലയോ? ആ ആ അതെ. ചാക്കോ എന്ന് പറയും, മിലിറ്ററിക്കാരൻ. അങ്ങനെ അദ്ദേഹത്തോടു കൂടെ ഞങ്ങൾ 2 ആഴ്ച അവിടെ പത്താംകോട്ടായിരുന്നു. ആയിരിക്കും പി ജി വർ സാർ പറഞ്ഞു നിങ്ങൾ പാലമ്പൂർക്ക് പോകാൻ പറഞ്ഞു. ഈ പാലമ്പൂർ എവിടെയാണെന്നറിയത്തില്ല. ഞങ്ങൾ പറഞ്ഞു ശരി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ കയ്യിൽ ഒരു ചെറിയ മടക്ക് കട്ടിലും കിച്ചണിൻ്റെ വെച്ച സാധനങ്ങളും ഒക്കെ ഉണ്ടായി. എൻ്റെ കയ്യിൽ ഒരു കൊച്ചൊരു പെട്ടി മാത്രം, ഒരു ചപ്പലും ഉള്ളായിരുന്നു. ശരി പോകാമെന്ന് ഞങ്ങൾ പത്താംകോട്ട് ചെന്ന് പാലമ്പൂർക്ക് വണ്ടി വന്നു. ഞങ്ങൾ പാലമ്പൂർ വണ്ടി കയറി പാലമ്പൂരിൽ ഇറങ്ങി. നമ്മൾ വീട് നോക്കിയിട്ടില്ല. ആ അമ്മാമ്മയും കുഞ്ഞിനെയും ഒരു കടത്തുണ്ണയിൽ ഇരുത്തിട്ട് ഞങ്ങൾ 2 പേരും കൂടെ വീട് അന്വേഷിക്കാൻ പോയി. അവിടെ എല്ലാം നോക്കിയിട്ടും ഒരു വീട് പോലും കിട്ടിയില്ല. ഒരു 7 മണിയായി, രാത്രിയായി. കർത്താവേ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ആ കടക്കാരനോട് ചോദിച്ചു, നിങ്ങളുടെ ഇവിടെ ഒരു റൂം 2 ദിവസത്തേക്ക് താ, ഞങ്ങൾ പിന്നെ വേറെ ഒരു വീടെടുത്ത് മാറിക്കോളാമെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞു. കർത്താവ് എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് ഒരു റൂമുണ്ട്, പക്ഷേ നിങ്ങൾ താമസിക്കുമോ ഇല്ലോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഞങ്ങളെ മേളിൽ നിന്ന് ഏകദേശം 4-5 കിലോമീറ്റർ താഴെ ഇങ്ങനെ ഐസുകൾ ഒഴുകുന്ന നാളിയുടെ ഒരു തോടിൻ്റെ കരയിൽ ഒരു മുറി, 4 തൂണും മേളിൽ ടിൻ ഷീറ്റും ഇട്ടതായ ഒരു മുറി. ലൈറ്റില്ല, വെള്ളമില്ല, നമുക്ക് ബാത്റൂമോ മറ്റൊന്നുമില്ല, കിച്ചണില്ല. എന്താനാട്ട് കിടക്കാമെന്ന് ഞങ്ങൾ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ കടയിൽ നിന്ന് വൈകിട്ട് 2 കുത്തി റൊട്ടിയും ചില വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അന്ന് രാത്രിയിൽ ഞങ്ങളൊക്കെ കട്ടിലെടുത്തിട്ട് അമ്മാമ്മയും കുഞ്ഞിനും കട്ടിലേ കടന്നു. ഞാനും ചാക്കോച്ചാനും കൂടെ താഴെ ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നു. അത് താഴെ മുഴുവൻ കരിങ്കല്ല, ശരീരം ഭയങ്കര വേദന. എങ്കിലും ഞങ്ങൾ അവിടെ കടന്ന് ഞങ്ങളങ്ങനെ ഓരോ ഗ്രാമത്തിൽ പോയി പ്രവർത്തിക്കാൻ, ട്രാക്ട് കൊടുക്കാൻ, ഗോസ്പൽ കൊടുക്കാനൊക്കെയും തുടങ്ങി. ഈ ഗോസ്പല് ഒരു പാക്കിന് 1 രൂപ വെച്ചാണ് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി പൈസ കിട്ടുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇച്ചിരി അരിയെ, ഇച്ചിരി ആട്ട, മുളക് പൊടി, ഇച്ചിരി എണ്ണ, വേണ്ടതൊക്കെ മേടിച്ചു കൊണ്ടുവരും. പക്ഷേ നമുക്ക് വെക്കാൻ അലമാരിയോ ഒന്നുമില്ല. നമ്മൾ കിടക്കുന്ന ഭിത്തിയുടെ സൈഡിൽ തന്നെ ഇങ്ങനെ അവിടെ വെച്ച് പ്ലാസ്റ്റിക് കൂടി വെച്ചിരിക്കുക. പക്ഷേ ചില ദിവസം കഴിഞ്ഞപ്പോൾ ഈ അരിക്കും ആട്ടയ്ക്കും ഒരു മണമുള്ളത് കൊണ്ട് എലി ഈ മണം പിടിച്ച് പെട്ടെന്ന് നമ്മുടെ മുറിക്കകത്ത് കതകിൽ അടയ്ക്കാൻ ഈ എലികളെല്ലാം അകത്ത് കയറി വന്ന് ഞങ്ങളുടെ പുറത്തൂടെ മുതൽ എലി അങ്ങ് ചാടി മറിഞ്ഞ് നടക്കുക. അവിടെ വെച്ചിരിക്കുന്ന അരിയും ഗോതമ്പ് പൊടിയെല്ലാം എലിയാണ് തിന്നുന്നത്. നേരം വെളുക്കുമ്പോൾ അതിൻ്റെ വയറ് നിറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പട്ടിണി കിടക്കുക. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞണ്ട്, തേള്, മാക്രി ഇതെല്ലാം വന്ന് തുടങ്ങി. ഞങ്ങളുടെ ആ റൂം മുഴുവൻ ഇതിനെ കൊണ്ടങ്ങ് നിറഞ്ഞു. ഞങ്ങൾക്കൊന്ന് കാല് വെക്കാൻ, കിടക്കുവാൻ സാധിക്കുന്നില്ല. എലി അങ്ങ് മറിയുക. അപ്പോൾ ഞങ്ങൾ ബെഡ്ഷീറ്റ് എടുത്ത് ഇങ്ങനെ മൂടി കിടക്കുമ്പോൾ എലി വന്ന് ഈ ബെഡ്ഷീറ്റ് വലിച്ചുകൊണ്ട് അതങ്ങ് പോകും. അങ്ങനെ 3-4 മാസം ഞങ്ങൾ അവിടെ താമസിച്ച്. കർത്താവേ, നീ ഞങ്ങളെ പ്രദേശം അയച്ചിരിക്കുന്നു എങ്കിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, ഈ ദുഷ്ടജന്തു ഒന്നും ഞങ്ങളുടെ അടുക്ക വരെ അനുവദിക്കല്ലേ. ദാനിയേലിനെ സിംഹത്തിൽ നിന്ന് വിടുവിച്ച ആ ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ ശാസിച്ച് ബന്ധിച്ചു. നമുക്ക് കർത്താവിൻ്റെ ദാസൻ ഞാൻ പറയട്ടെ, ഞങ്ങൾ വ്യത്യാസം രാത്രി കിടക്കുമ്പോൾ ഈ ഒരു ദുഷ്ടജന്തും ഞങ്ങളുടെ അടുക്ക വരാതെ ആ ബെഡ്ഷീറ്റിൻ്റെ കരയിൽ വന്ന് എല്ലാം ഇങ്ങനെ കുത്തിയിരിക്കുക.
ഞങ്ങൾ സന്തോഷത്തോടെ കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ അവിടെ പലരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, കർത്താവേ, സ്നാനപ്പെടുത്ത ഇവരെ എവിടെയെങ്കിലും ആരാധനയ്ക്കൂടെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഞങ്ങൾ പ്രാർത്ഥന ഒരു സ്ഥലം ഒരുക്കി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ വിസിറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പർവ്വതത്തിൻ്റെ സൈഡിൽ ഒരു ബോർഡ് കണ്ടു, കർമ്മേൽ മൗണ്ട് സ്കൂൾ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ചാക്കോച്ച, നമുക്ക് അവിടെ എടുക്കാൻ പോകാം, ഏതും ക്രിസ്ത്യാനിയുടെ ആണല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പം ആ സഹോദരൻ ഞങ്ങളെ വിളിച്ച് ഒരു റൂമിനകത്തിരുത്തി. ഞങ്ങൾ ഈ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റർമാരെ, എൻ്റെ ഭർത്താവ് 2 മാസം മുമ്പ് മരിച്ചുപോയി. ഞാനും എൻ്റെ ഈ മകനും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ ക്ലാസ്സിന് ഒരു റൂമിലാണ് താമസിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അതാ സഹോദരി പറഞ്ഞു, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ സഹോദരിയുടെ കൂടെ ഞങ്ങൾ ചെന്നപ്പോൾ സ്കൂളിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ ഒരു 2 റൂം സെറ്റ്, ഒരു വീട്, എന്തോ വേണ്ട എല്ലാം ഉണ്ട്. അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ആ സഹോദരി പറഞ്ഞു, ഇത് നിങ്ങൾ എടുത്തോ, വാടക തരണ്ട, കറണ്ട് ചാർജ് തരണ്ട, ഫ്രീ ആയിട്ട് താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ മനോഹരമായ ഒരു വീട് ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഞങ്ങൾ താഴെ ചെന്ന് അമ്മാമ്മയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. അവിടെ താമസമായി. അങ്ങനെ സ്നാനപ്പെടുത്തി. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വളരെ വിശാലമായപ്പോൾ ഞാൻ ആ ചാക്കാച്ചനോട് പറഞ്ഞു, ചാക്കാച്ച, ഒരു കാര്യം ചെയ്, നിങ്ങൾ കുടുംബമായിട്ടാണല്ലോ ഇവിടെ താമസിക്കുന്നത്, നിങ്ങൾ പ്രവർത്തിക്ക്, ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു ഗ്രാമത്തിലോട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തിയെ സമ്മതിക്കത്തില്ല. ഞാൻ അങ്ങ് നിർബന്ധിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ പാസ്റ്റർ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ഒരു അല്പം ചായയും ഒരു ബിസ്ക്കറ്റും തിന്നിട്ട് ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം വണ്ടിക്കൂലിക്ക് വേണ്ടി എൻ്റെ കയ്യിൽ അല്പം പൈസ രൂപയും തന്നു. ഞാൻ അതും കൊണ്ട് പാലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ നിൽക്കുക, കർത്താവേ, എങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് യുവൽ ക്യാമ്പ് ധർമ്മശാല എന്ന് പറയുന്നതായ ഒരു വണ്ടി വന്നു. ഞാൻ കയറി. യുവൽ ക്യാമ്പ് തരാൻ പറഞ്ഞു. എവിടെയാണെന്ന് അറിയത്തില്ല. ആ യുവൽ ക്യാമ്പ് ടിക്കറ്റ് ഞാൻ ആ ബസ്സിലിരുന്നു. അങ്ങനെ ബസ് വിട്ട് ഏകദേശം ഒരു 3:30-4 മണി ആയപ്പോൾ അവിടെ യുവൽ ക്യാമ്പിൽ ഇറങ്ങി ഒരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പെട്ടിയും പിടിച്ചുകൊണ്ട് നിൽക്കുക. കർത്താവേ, എങ്ങോട്ട് പോകണം? ഒരു വീട് കണ്ടിട്ടില്ല, രാവിലെ ഇറങ്ങിയതാ, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എന്നും കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിൽക്കുമ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ അത് മിലിറ്ററി ക്യാമ്പാണ്. അപ്പോൾ മിലിറ്ററിക്കാരുടെ ഒരു സ്കൂൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്കൂൾ വിട്ടപ്പം ഒരാങ്ങളെയും പെങ്ങളും, മൂത്തവനൊരു 8 വയസ്സ് കാണും, ആ പെങ്ങൾക്കൊരു 6 വയസ്സ് കാണും. ഈ 2 പേരും കൂടെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന റോഡിൻ്റെ താഴെയാണ് ഇവർ താമസിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ അപ്പുറത്ത് ചെന്നപ്പോൾ ഈ കൊച്ചു പയ്യൻ എന്നെ ഇങ്ങനെ അങ്ങ് നോക്കുക, തുറിച്ച് നോക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, പെങ്ങളോട് പറഞ്ഞു, നീ വീട്ടിലോട്ട് പോ, ഞാൻ ഈ അങ്കിളിൻ്റെ അടുക്കൽ പോകട്ടെ എന്ന് പറഞ്ഞു. ആ പയ്യൻ എൻ്റെ അടുക്ക വന്നു. ആ അങ്കിൾ എവിടെ നിന്നാണ് വരുന്നത്, എവിടെ താമസിക്കും? ഞാൻ പറഞ്ഞു, ഞാനിക്ക് വീട് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ 8 വയസ്സുള്ള കുഞ്ഞ് പറയാണ്, അങ്കിൾ എൻ്റെ കൂടെ വാ. അങ്ങനെ ഞാൻ ആ കുഞ്ഞിൻ്റെ കൂടെ വീട്ടിൽ ചെന്ന് എന്നെ അവിടെ കസേരയിലിരുത്തി. ഇരുത്തിട്ട് ഈ മോൻ അമ്മയെ വിളിച്ചു. അമ്മേ, മമ്മി, ഈ അങ്കിളിനെ ഞാൻ ഇന്ന് ബസ് സ്റ്റാൻഡ് വെച്ച് കണ്ടതാ. അങ്കിൾ ഇതിന് ആഹാരം ഒന്ന് കഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അങ്കിൾക്ക് റൊട്ടിയും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പപ്പായെ വിളിച്ചു. പപ്പ, ഈ അങ്കിൾക്ക് താമസിക്കാൻ നമ്മുടെ പുറകിലത്തെ ആ മുറി കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ആ ഒരു ഭവനത്തിൽ മുറിയും തന്നു. അങ്ങനെ വേണ്ട ആഹാരം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ആഹാരം, അങ്ങനെ താമസിച്ച് ഞാൻ അങ്ങനെ ദൈവത്തിൻ്റെ വല്ല യുവൽ ക്യാമ്പിൽ പ്രവർത്തിച്ച് കൊണ്ട് ഇരിക്കുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ ആദ്യം
മാത്രം ഞാൻ തനിയാണ് നോർത്ത് ഇന്ത്യ വന്നത്. ഞാൻ പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പത്താംകോട്ട് ചെന്ന് അവിടുന്ന് നാട്ടിൽ പോയി. 78-ൽ ഇവിടെ ഞാൻ യുവൽ ക്യാമ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പ്രവർത്തിക്കുകയാണ്. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അച്ഛനെ കണ്ടു. അവിടെ കത്തോലിക്ക ചർച്ചുണ്ട്. അച്ഛനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതൊരു അച്ഛൻ മലയാളി, ഞാനും മനസ്സിലായി. ഞങ്ങൾ സംസാരിച്ച ശേഷം അച്ഛൻ തൻ്റെ പാഴ്സനേജിൽ പോയി. ഞങ്ങളുടെ ഈ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്, എൻ്റെ കൂടെ വാ, നമുക്ക് ഗ്രാമത്തിൽ പോയി സുവിശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു, പക്ഷേ ഞാനും വരാം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഗ്രാമത്തിൽ പോകുവാനൊക്കെ ചെയ്തപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് മലയാളം ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, ഹിന്ദി അറിയത്തില്ല. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്ക്, ഞാൻ ഹിന്ദി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദൈവകൃപയാൽ അച്ഛനും വലിയ സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, പക്ഷേ ഞങ്ങളുടെ ചർച്ചിലെ ആരാധന 8:30 മുതൽ 9:30 വരെയാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യും, 9 മുതൽ ഒരു 10-10:30 വരെ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ഹിന്ദിയിൽ ഒരു പാട്ടും പാടി അല്പം സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ചച്ചാ ഞങ്ങളെങ്ങനെ വരുന്നത്? അവിടെ 4-5 കിലോമീറ്റർ മേളിൽ പോകണം, ഞങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല. അവിടെ അച്ഛൻ ഒരു ക്യാപ്റ്റൻ ജോസഫ് എന്ന് പറയുന്ന ഒരു ആലുവക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാറുണ്ടായിരുന്നു. അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്, പാസ്റ്ററെ ഞായറാഴ്ച രാവിലെ കൊണ്ടുവരണം, അതിന് വൈകിട്ട് തിരിച്ച് കൊണ്ടുവരണം. അങ്ങനെ ആ ചർച്ചിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഒരു വഴി ഒരുക്കി. അവരുടെ ആരാധന കഴിഞ്ഞ ശേഷമായി ഞാൻ ഹിന്ദി പാട്ടുപാടുകയും ഹിന്ദിയിൽ കൂടെ സംസാരിക്കുകയും ചെയ്തപ്പോൾ പുറത്ത് കുറച്ച് സഹോദരിമാർ, പെണ്ണുങ്ങൾ ഈ തൂത്ത് തുടച്ചുകൊണ്ടിരിക്കുക. അത് ക്രിസ്ത്യാനികളായിരുന്നു. അവർ ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് അവർ ചൂടും ചാടി എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഓടി ചർച്ചിൽ കയറി വന്നിരുന്നു. അങ്ങനെ ചർച്ചിൽ അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ വളരെ അനുഗ്രഹമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മിലിറ്ററിക്കാർക്ക് ഒരു വലിയൊരു എന്തായാലും ബെടാക്കാൻ വലിയ സദ്യ ഉണ്ട്. അപ്പോൾ അന്ന് വെച്ചാൽ അത് മിലിറ്ററിക്കാരെ, ക്യാപ്റ്റന്മാരെ, മേജർമാരെ എല്ലാവരും വന്ന് കൂടുന്ന ഒരു കൂട്ടമാണ്. ആ കൂട്ടം ഞങ്ങളെയും വിളിച്ചു. അങ്ങനെ ഞങ്ങളെയും വിളിച്ച് അവിടെ ചെന്നപ്പം വൈകിട്ട് ആഹാരം അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുക. എന്താ എടുക്കേണ്ടത്, എവിടെ കഴിക്കേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ അകത്ത് കുപ്പി ബിസ്കിയും ബ്രാൻഡിയും പൊട്ടിക്കുന്ന ശബ്ദം കേട്ടു. അതിൻ്റെ മണം ഇങ്ങനെ വന്നു. 2 ഗ്ലാസ് കൊണ്ട് ഞങ്ങളുടെ മുമ്പിലും കൊണ്ടുവച്ചു. ആകെ വിഷമം, കർത്താവ് എന്താ ചെയ്യേണ്ടത്? ഇത്രയും ചെന്നവിടെ എഴുന്നേറ്റ് പോകാനൊക്കത്തില്ല, അവിടെ നിന്ന് കഴിക്കാനും കുടിക്കാനും ഒക്കത്തില്ല. ഞാനവിടെ എണ്ണിട്ട് ഈ ക്യാപ്റ്റൻ ജോസഫിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾ പാസ്റ്റർമാരാണ്, ഞങ്ങളിത് കുടിക്കത്തില്ല, ഞങ്ങളിത് കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് പ്രസംഗിക്കാനൊക്കത്തില്ല. അതൊരു കാര്യം ചെയ്, നിങ്ങൾ ഇവിടെ നിന്ന് കുടിക്കുകയൊക്കെ ചെയ്തോ, ഞാനും എൻ്റെ ഭാര്യയും കൂടെ അല്പം റൊട്ടിയെടുത്ത് ഞങ്ങൾ ആ മുറിക്കകത്ത് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനല്ല, ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഒടുക്കം ഒരു മിലിറ്ററിക്കാരനെ വിളിച്ചിട്ട് അവിടെ വെച്ച ഗ്ലാസ്സിലെ എല്ലാ സറാപ്പും എടുത്തുകൊണ്ട് പോയി. അവസാനം ഞങ്ങളെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിച്ച് ആഹാരം കഴിച്ച ശേഷം അദ്ദേഹം തൻ്റെ വണ്ടിയിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. അങ്ങനെ അദ്ദേഹം അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ പിറ്റേ സൺഡേയിൽ ഈ റോമാലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന് കൃപാവരമോ എന്നുള്ള ആ വാക്യമെടുത്ത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്യാപ്റ്റൻ ജോസഫ് പറയാണ്, പാസ്റ്ററെ ഞാൻ ഇപ്പോൾ കുടിച്ചിട്ടാണ് പള്ളി വന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് കുറ്റബോധം വന്നു, ഞാൻ എന്തു ചെയ്യണം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറൊരു കാര്യം ചെയ്യും, വെളിയിലൊരു പൈപ്പുണ്ട്,
അവിടെ ചെന്ന് അണ്ണാക്കിലോട്ട് വിരലിട്ട് ഇങ്ങനെ കുരത്താൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതുപോലെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഛർദ്ദിച്ചു. അങ്ങനെ ഛർദ്ദിലെല്ലാം കഴിഞ്ഞ് മുഖം വായും കഴുകി ചർച്ചിനകത്ത് കയറി വന്ന് താൻ എന്നെ സാക്ഷ്യം പറഞ്ഞു. ഇന്നത്തെ വചനം എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഞാൻ ഇന്നു മുതൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ മേലാൽ കുടിക്കത്തില്ല. എൻ്റെ ജീവിതം കർത്താവിനെ കുറച്ച് പറഞ്ഞ് താൻ ഇരുന്നു കഴിഞ്ഞപ്പം ഈ അച്ഛൻ ചാടി എങ്ങണിട്ടു. ഞാനൊരു എന്തിനാണ് അച്ഛൻ എണീക്കുന്നത്? അച്ഛനും പറയുകയാണ്, ഈ ക്യാപ്റ്റൻ ജോസഫ് വല്ലപ്പോഴും എനിക്ക് കുറച്ച് കുടിക്കാൻ കൊണ്ട് തരുമെന്ന്. അപ്പം ഞാനും കുടിക്കുമെന്ന്. അച്ഛൻ എണ്ണീറ്റ് സാക്ഷ്യം പറഞ്ഞു, മേലാൽ ഞാനിനി കുടിക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ധർമ്മശാല ഉണ്ട്. അവിടെ നമ്മുടെ മലയാളി ഭാഷ കുടുംബം അവിടെ ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ വന്നെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭാഷ ഒരു കാര്യം 2-3 ദിവസത്തേക്ക് ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാം, ഞാൻ ബുധനും വ്യാഴം വെള്ളി വരും, ശനിയാഴ്ച തിരിച്ചു വരണം മതിയെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ അന്ന് മോന് 2-3 മാസം പ്രായമേ ഉള്ളൂ. ഞങ്ങൾ വണ്ടി കയറി ധർമ്മശാലയിൽ ചെന്ന് ആ പാസ്റ്റർ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ വെള്ളിയാഴ്ച മീറ്റിങ്ങെല്ലാം ശനിയാഴ്ച രാവിലെ ഞാൻ പോകുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ധർമ്മശാലയിലെ ഒരു പൂജാരി ഉണ്ടല്ലോ, ആരാ? ദലൈലാമയുടെ മന്ദിരം. ഞാൻ പറഞ്ഞു, ഒരു കാര്യം പാസ്റ്ററെ, നമുക്ക് അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം വരുമ്പോൾ അവിടുന്ന് 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞാണ്ട് ഇവിടെ നേരെ പോയാൽ മതി, ഇന്നത്താന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ നടന്ന് അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായ എന്താണ് ഒരു ഗേറ്റാണ്. അതിൻ്റെ 2 പേര് സന്യാസിമാർ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുക. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ അകത്ത് കയറ്റത്തില്ല. ഞങ്ങൾ പറഞ്ഞു, അവരൊക്കെ പാസ്റ്ററെന്നോ പാതിനോ മനസ്സിലാകത്തില്ല. ഒടുക്കം ഞങ്ങൾ പറഞ്ഞു, സൗത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ പൂജാരികളാന്ന് പറഞ്ഞു. പൂജാരി എന്ന വാക്ക് കേട്ടപ്പോഴേ ആ ഗേറ്റ് തള്ളി തുറന്ന് അവർ 2 അകത്ത് ചെന്നു. ഒരാൾ ഞങ്ങളെ വിളിച്ചകത്ത് കയറ്റി അവരുടെ റൂമിനകത്ത് ഇരുത്തി. കസേര ഞാനും എൻ്റെ ഭാര്യയും അവർ കുഞ്ഞിനെ പിടിച്ചാൽ അവിടെ ഇരിക്കുക. ഒരുത്തൻ സന്യാസി അകത്തെന്ന് പറഞ്ഞ്, ഇതുപോലെ സൗത്ത് ഇന്ത്യന്ന് ഒരു ക്രിസ്ത്യൻ പൂജാരി ഫാമിലി ആർക്കോ നിങ്ങളെ കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്നൊരു ഷാളെടുത്ത് പുതച്ച് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം കുനിഞ്ഞ് എന്നെ എൻ്റെ ഭാര്യയുടെയും കാലിൽ ഇങ്ങനെ തൊട്ട് നമസ്കരിച്ചിട്ട് ഇങ്ങനെ നമസ്തേ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പിടിച്ച് എണ്ണീപ്പിച്ച് അദ്ദേഹത്തിന് ഒരു സ്വർണ്ണ കസേരയാണ്. ആ കസേരയിലിരുത്തി പെട്ടെന്ന് ചായയും ബിസ്ക്കറ്റ് എല്ലാം കൊണ്ടുവന്നു. കഴിച്ചു കുടിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് സുവിശേഷം പറഞ്ഞു. അരമണിക്കൂർ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ടിബറ്റൻ ഭാഷയിലും പുതിയ നിയമം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ പൂജ കഴിയുമ്പോൾ ഇതിൽ നിന്ന് വായിച്ച് ഇവരെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു വരുമ്പോൾ അവിടെ വലിയൊരു ഹോളുണ്ട്. ആ ഹോളിനകത്ത് എൻ്റെ നീളത്തിൽ ഒരു പലക, അതിലിങ്ങനെ ആണി അങ്ങനെ അടിച്ചു വച്ചിരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ, ഒരു സന്യാസി ഇത് കയറി കിടക്കുന്നു. വേറൊരുത്തന്നെ കാലുകൊണ്ടിങ്ങനെ ചവിട്ടുന്നു. ഇത് കണ്ടപ്പോൾ എനിക്കങ്ങ് വലിയ വിഷമായി. ഞാൻ ആ ചവിട്ടുന്നവൻ തള്ളി മാറ്റിയിട്ട് ഈ കിടക്കുന്നവൻ എണ്ണിപ്പിച്ച് തോർത്തെടുത്ത് അവൻ്റെ രക്തമെല്ലാം തുടച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ഇതിങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ക്ഷമ അവിടെയാണ് നമ്മുടെ കൊരിന്ത്യർ പൗലോസ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അപ്പോൾ ഇദ്ദേഹത്തിന് വഴിയെ പോയപ്പം ഏതോ അത്യാഗ്രഹമോ ഏതോ പെണ്ണുങ്ങളോ ഏതൊക്കെ നോക്കിയപ്പോൾ അതിന് പരിഹാരത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഒടുക്കം ഞാൻ അദ്ദേഹം മറുത്ത് പറഞ്ഞു, ഇത് ഒക്കത്തില്ല, നീ രക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച്
ഈ ഞങ്ങളുടെ വിഷ്വൽ ക്യാമ്പിൽ വന്ന് അങ്ങനെ ദൈവത്തിന് പ്രവൃത്തി ആ ചർച്ചിൽ ആരംഭിക്കാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ക്യാപ്റ്റൻ ജോസഫ് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന്. ഞാൻ പറഞ്ഞു, ശരി, സ്നാനപ്പെടുന്ന വഴി ഒരുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്നാനപ്പെടുവാനായിട്ട് തീർച്ചയായപ്പോൾ പെട്ടെന്ന് തനിക്ക് ജമ്മു കാശ്മീർക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ ഇത് അദ്ദേഹത്തിന് വലിയ വിഷമമായി. അങ്ങനെ ജമ്മു കാശ്മീർ ട്രാൻസ്ഫർ ആയപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്, സാറ് പൊക്കോ, ഞാനൊരു ജമ്മുവിലൊരു ഭാഷ എനിക്കറിയാം, തോമസ് എന്ന് പറയും, ഒരു കുടുംബമായിട്ട് വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുക. ഞാൻ ആ ചർച്ചിൻ്റെ അഡ്രസ്സും കൊടുത്തിട്ട് പറഞ്ഞു, സാറ് ഈ അഡ്രസ്സും കൊണ്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു. അദ്ദേഹം ട്രാൻസ്ഫർ ജമ്മു ചെന്നു. നോക്കണം ദൈവത്തിൻ്റെ വഴി, തനിക്ക് കിട്ടിയ ക്വാർട്ടറിൻ്റെ നേരെ താഴെയാണ് ഈ ചർച്ച് നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ ഈ എഴുത്തുമായിട്ട് അഡ്രസ്സ് അവിടെ ചെന്ന് പാസ്റ്ററെ കാണിച്ചു. പറഞ്ഞു, കുഴപ്പം, ഇവിടെ ഒന്നും വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ കൂടി. നമ്മുടെ ക്യാപ്റ്റൻ ഷാമുവേൽ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ക്യാപ്റ്റൻ ഷാമുവേൽ കൂടി ചർച്ചിലെ അവിടാണ്. അദ്ദേഹം അവിടെ ചെന്നു, സുവിശേഷം കേട്ടു, അവിടെ സ്നാനപ്പെട്ട് അവിടെ ദൈവം അവരോട് ചേർന്ന് ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുകയും ചെയ്തു. അങ്ങനെ യുവൽ ക്യാമ്പിലായിരിക്കുമ്പോഴാണ് PG വാര്യർ സാർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഡൽഹൌസിക്ക് പോകണമെന്ന്. ഈ ഡൽഹൌസി എവിടെയെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മോനുമുണ്ട്. ഞങ്ങൾ ഡൽഹൌസി പോകാനായിട്ട് തീരുമാനിച്ച് പത്താംകോട്ട് ചെന്നു. പത്താംകോട്ട് നിന്ന് ഡൽഹൌസിക്കുള്ള വണ്ടിക്ക് കയറി ഡൽഹൌസിയിൽ ഇറങ്ങി. പക്ഷേ അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വീട് നോക്കിയിട്ടില്ല. ഞാൻ കുഞ്ഞോളെ മോനെയും കൂടെ അവിടെ ഒരു കടയിൽ ഇരുത്തിയിട്ട് ഞാൻ വീട് അന്വേഷിക്കുക. അവിടെ ഒന്നും കിട്ടിയില്ല. ഞാനൊരു കാപ്പിക്കാരനെ ചോദിച്ചു, നിങ്ങൾ റൂം തരാമോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇല്ല, പക്ഷേ മുകളത്തെ ഡൽഹൌസിയിലെ കോൺവെൻ്റ് ഉണ്ട്, അവിടെ ചർച്ചുണ്ട്, സ്കൂൾ കോളേജൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചാൽ ചിലപ്പം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ആ വനാന്തരത്തിൽ കൂടെ മലയെല്ലാം കയറി മേളിൽ ചെന്നപ്പോൾ ഒരു മലയാളി അച്ഛനാണ്. അദ്ദേഹം എന്നെ കണ്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ, ഇവിടെ എൻ്റെ ഭാര്യയും കുഞ്ഞും താഴെ ഇരിപ്പുണ്ട്, ഒരു റൂമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. ഉടനെ അച്ഛൻ പറയാ, എൻ്റെ കൂടെ വാ. എന്നെ വിളിച്ചു, പെട്ടെന്ന് ഡ്രൈവറെ വിളിച്ചു, കാറെ കയറ്റിയിരുത്തി. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയും കുഞ്ഞും താഴെ ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. അദ്ദേഹം അവിടെ വന്ന് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് അവിടെ താഴെ ഒരു പാർസനേജ് ഉണ്ട്, അത് താമസമില്ലാതെ കിടക്കുക. അത് തുറന്നു തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർക്ക് നിങ്ങളിവിടെ താമസിച്ചോ, വാടകയും തരണ്ട, കറണ്ട് തരണ്ട, എല്ലാ സൗകര്യമുള്ള കറണ്ട്, ലൈറ്റ് എല്ലാം സൗകര്യങ്ങളായ പാസ്റ്ററെ തുറന്ന് ഞങ്ങൾ ദൈവകൃപയാൽ അവിടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അന്ന് രാത്രിയിൽ അവിടെ കടന്നു. പക്ഷേ കഴിക്കാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ നേരം വെളുത്ത് ഞാൻ ആ വരാന്ത നിൽക്കുമ്പോൾ താഴെ ഒരു ക്രിസ്ത്യൻ കോളനിയാണ്. അവിടുന്ന് ഒരു പെൺകുട്ടി മേപ്പോട്ട് പോവുക. എന്നെ കണ്ടപ്പോൾ ഓടി എൻ്റെ അടുക്ക് വന്നു. അങ്കിൾ എവിടുന്ന് വന്നതെന്നൊക്കെ ഞാൻ കാര്യമെല്ലാം പറഞ്ഞു. ആ പെണ്ണ് ചെന്ന് ഞങ്ങൾക്ക് വേണ്ട റൊട്ടിയും സബ്ജിയും ചായയും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ തന്നു. ഞങ്ങൾ അന്ന് രാവിലെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. കർത്താവിൻ്റെ വേല ചെയ്യാൻ അവിടെ ഞങ്ങളെ ആരംഭിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ ഗ്രാമങ്ങൾ തോറും മലകൾ കയറുക, ഇറങ്ങുക, സുവിശേഷം അറിയിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ സഹായിക്കാൻ ആരുമില്ല, ടീമിൽ തരാൻ ഒരു പൈസ പോലുമില്ല. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ഈ ഗോസ്പലുകൾ 1 രൂപയ്ക്ക് കൊടുക്കുന്ന ഗോസ്പൽ കിട്ടുന്ന പൈസ കൊണ്ട് ഇച്ചിരി അരിയൊക്കെ മേടിക്കും, റൊട്ടി ഉണ്ടാക്കും, അല്പം കഞ്ഞി കഴിക്കും. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമായി. കർത്താവെ, ആഹാരം വെക്കാൻ അരിയില്ല, ആട്ടയിൽ ഒന്നുമില്ല. ഞങ്ങൾ 3 ദിവസം ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തന്നെ. പക്ഷേ അവിടെ സൺഡേയിലെ ചർച്ച് ഞങ്ങൾ നടത്തുമെന്ന് ചോദിച്ചാൽ ആരുമില്ല. ഞായറാഴ്ച രാവിലെ ഞാൻ മുമ്പിൽ ഇവിടെ ഇരിക്കും, താഴെയായിട്ട് എൻ്റെ ഭാര്യ ഇരിക്കും. ഞാൻ പ്രാർത്ഥിക്കും,
ഞങ്ങൾ പാട്ടുപാടും, സംഘടനം വായിക്കും, അവൾ സാക്ഷ്യം പറയും, ഞാൻ പ്രബോധിപ്പിക്കും, പ്രാർത്ഥിക്കും. പക്ഷേ സ്തോത്രാർച്ചയുടെ പൈസ ഇല്ല. അങ്ങനെ ചില മാസക്കാലം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആരാധന തുടങ്ങി. അപ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അയൽവക്കത്തുള്ളവരൊക്കെ വന്ന് കേൾക്കാൻ അവിടെ നിൽക്കും. അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിൽ പോയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഞങ്ങൾ ആഹാരം വെക്കാനില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ നീ വഴിയൊരുക്കി തരണം. അപ്പോൾ ഒരു മുസ്ലിം, ഒരു മിലിറ്ററിക്കാരൻ തൻ്റെ വീട്ടിലേക്ക്, ക്വാർട്ടറിലേക്ക് പോവുക. ക്വാർട്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന കേട്ടുകൊണ്ട് കണ്ടപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്ന് കഥ വന്ന് തൊട്ടി. ഞാൻ കഥ തുറന്ന് അദ്ദേഹത്ത് കയറ്റിയെന്ന് കാര്യമെല്ലാം പറഞ്ഞു. ഒരു അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ ചെയ്തു തരാം. സന്ധ്യയായി. ഇപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യൻ പാസ്റ്റർമാരാണ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞു, ദൈവം ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. പിറ്റേ ദിവസം രാവിലെ താൻ എന്ത് ചെയ്തു, തൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ മിലിറ്ററിക്കാർക്ക് റേഷൻ കൊടുക്കുകയാണ്. പക്ഷെ അങ്ങനെ അതിന് മുമ്പിലിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തുണി കഴുകാൻ ഒരു സോപ്പ് കട്ട ഇല്ല. ഞങ്ങൾ വളരെ കർത്താവേ, എന്താ ഒരു സോപ്പ് കട്ട, എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, വെളിയിലൊരു പൈപ്പുണ്ട്. ഞാൻ പറഞ്ഞു, അത് തുറന്ന് ബക്കറ്റിൽ ചുമ്മാ വെള്ളം ഇട്ട് ഒലച്ചിട്ട് ചുമ്മാ അതങ്ങ് അയലിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ അല്പം ആഹാരം കഴിഞ്ഞ ശേഷമായിട്ട് ഈ തുണി കഴുകാനായിട്ട് അവിടെ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ പൈപ്പിലെ വെള്ളം വരുന്നതിനെ കൂടുതലാണ് ഈ രണ്ടിൽ കൂടെ കണ്ണുനീരൊഴുകുന്നത്. അങ്ങ് ഒഴിച്ചുകൊണ്ടിരിക്കുക. വല്ലതും പറയാനൊക്കോ? ഞാനും മുറിക്കകത്ത് കയറി. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് ഈ ഒരവസ്ഥയിൽ നീ ഞങ്ങളെ സഹായിക്കണം. ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവളവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മഹാജൻ എന്ന് പറയുന്നതായ ഒരു സോപ്പ് ഫാക്ടറി ഉണ്ട്. അവിടെ നിന്ന് ഒരു കാക്ക 250 ഗ്രാം ഉള്ള ഒരു സോപ്പ് കട്ട എടുത്തോണ്ട് വന്ന് അവിടെ കാൽക്കിലേക്ക് ഇട്ടേച്ച് അതങ്ങ് പറന്നുപോയി. നോക്കണം, ഏലിയാവിനെ പരിപാലിച്ച ആ കാക്ക ഞങ്ങളെ വന്ന് സോപ്പ് കട്ട തന്ന് ഞങ്ങളെ പരിപാലിച്ചു. നോക്കണം, കാരണം നമ്മൾ പിറുപിറുക്കുകയല്ല, പ്രാർത്ഥിക്കുക, വിശ്വാസത്താൽ നിൽക്കുക. അങ്ങനെ തുണി കഴിയലും വെയിലത്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആഹാരമില്ല. അങ്ങനെ ഈ മിലിറ്ററിക്കാരൻ എന്താണ്, രാവിലെ ചെന്ന് ആ ഡിപ്പോ തുറന്ന് 3 പട്ടാളക്കാരെ വിളിച്ചു. പട്ടാളക്കാരുടെ മിലിറ്ററിക്കാരുടെ സഞ്ചി ഭാഷ കണ്ടു കാണുവാൻ ചാക്ക് എന്നെ നീളമുള്ളതാണ്. ആ 3 പട്ടാൾക്കാർ വിളിച്ചിട്ട് ഈ 3 ചാക്ക് നിറച്ച്, നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ പോലെ ഈ 3 ചാക്ക് ഈ പട്ടാൾ തലയിൽ എടുത്തോണ്ട് വീട്ടിൽ വന്ന് കഥ തുറന്ന് ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ഇട്ടാച്ച് അവരങ്ങ് പോയി. ഞാൻ പെട്ടെന്ന് വിളിച്ചു, നിങ്ങൾ ആരാ, എന്തോ? ഉടനെ ഇന്ന ഹൗൾദാർ പറഞ്ഞു, ഇത് നിങ്ങളുടെ വീട്ടിൽ തരാൻ. ഞാൻ ദൈവമക്കളെ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ ദൈവവചനമുണ്ടല്ലോ, ആസ്മാൻ്റെ കിളിവാതിൽ തുറന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടുവോളം നിന്നെ അനുഗ്രഹിക്കാമെന്ന് കർത്താവ് ഇത്രത്തോളം സഹായിച്ചല്ലെന്ന് പറഞ്ഞ് ഞാൻ ആ ചാക്ക് അഴിച്ചപ്പോൾ ഞങ്ങളുടെ മുറിക്കകത്ത് വെക്കാൻ സ്ഥലമില്ലാത്തതുപോലെ സാധനം കൂട്ടി വെച്ചുകൊണ്ടേയിരുന്നു. നോക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ തണുപ്പാകുമ്പോൾ 6 മാസത്തേക്കുള്ള ആഹാരം നമ്മൾ ഒരുക്കി വെക്കണം. അരിയോ ആട്ടിങ്ങനൊക്കെ. കാരണം പിന്നെ മഞ്ഞ് വീണാൽ പിന്നെ നമുക്ക് റോഡിൽ പോകാനൊക്കത്തില്ല, കടയെല്ലാം അടയ്ക്കും. അങ്ങനെ ഈ തണുപ്പ് സമയത്തേക്കുള്ളതായ ആഹാര സാധനങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നു, യാതൊരു പ്രയാസം കൂടാതെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വിസിറ്റിംഗ് ചെയ്യുമ്പോൾ ചില വീട്ടുകാർ വീട്ടിൽ വരും, പറഞ്ഞു പാൽസാബേ, പാഷേ ഇച്ചിരി അരി ഇങ്ങതാ, ഇച്ചിരി ആട്ട ഇങ്ങതാ എന്ന് പറയുമ്പോൾ ഞങ്ങളെടുത്ത് കൊടുക്കും. അങ്ങനെ ദൈവം ഞങ്ങളെ മാത്രമല്ല അവരെയും പരിപാലിപ്പാൻ ഞങ്ങൾക്ക് 2 പേർക്ക് എത്ര വേണം. അങ്ങനെ ദൈവം ഞങ്ങളെ അവരെ കൊണ്ട് പ്രവർത്തിപ്പാനൊക്കെയും
സഹായിച്ച് ഞങ്ങൾ അങ്ങനെ ആ പ്രദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ ഏകദേശം 13 പേര് സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. അപ്പോൾ സ്നാനപ്പെടുവാൻ രക്ഷാ സ്നാനമുള്ള വചനം അവരെ പഠിപ്പിച്ചു. അപ്പം സ്നാനപ്പെടാൻ വന്നപ്പോൾ അവിടെ നദി എവിടെയെന്നറിയത്തില്ല, കുളം എവിടെയെന്നറിയത്തില്ല. ഞാൻ ശനിയാഴ്ച രാവിലെ ഇവരെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ മുള എടുത്തിട്ട് മുളയ്ക്കകത്ത് മണ്ണെണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച് പന്തം കത്തിച്ച് പാട്ട് പാടിക്കൊണ്ട് ഞങ്ങൾ ഈ മല കയറി പോവുക. രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്. 12 മണിയായിട്ടും വെള്ളം കണ്ടില്ല. ഈ കർത്താവ് ഒരു 2 മണിയാകുമ്പോൾ തണുപ്പ് ആരംഭിക്കും. എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലയിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും തോടോ അല്ല കുളമോ ഉണ്ടെന്ന് ചോദിച്ചു. അവിടെ അദ്ദേഹം പഴുത്താണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്തുവാ, എൻ്റെ പാദം മുക്കാനുള്ള വെള്ളമില്ല. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എങ്ങനെ സ്നാനപ്പെടുത്തുന്നത്? ഞാൻ സഹോദരന്മാർ പെട്ടെന്ന് കല്ലെടുത്ത് മട കെട്ടാൻ പറഞ്ഞു. സഹോദരന്മാരിലെ കല്ലെടുത്ത് മട കെട്ടി എന്താണ് കെട്ടുമ്പോൾ ആദ്യം അത് വരുന്ന വെള്ളം ഇങ്ങനെ മഞ്ഞാകുക. നമുക്ക് കാണാം മഞ്ഞാകുന്നത്. എൻ്റെ മുട്ടിൻ്റെ മേളിൽ വരെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ പ്രസംഗമൊന്നുമില്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ മുക്കും പറഞ്ഞ് കയറിപ്പോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ സ്നാനപ്പെടുത്തി. അവസാനം ഈ പെൺകുട്ടിയായിരുന്നു. ഈ പെൺകുഞ്ഞിനെ അങ്ങോട്ട് മുക്കുകയും ഐസ് കട്ട് എല്ലാം കൂടെ വന്ന് ഈ കുഞ്ഞിനെ അങ്ങ് മൂടി. എനിക്ക് പൊക്കാൻ വയ്യ, കാരണം എൻ്റെ കൈയെല്ലാം മരവിച്ചിരിക്കുക. ഞാൻ പിന്നെ അവരോട് കല്ലെടുക്കാൻ പറഞ്ഞു. കല്ലെടുത്ത് ഈ ഐസ് തല്ലി പൊട്ടിച്ച് ആ കുഞ്ഞിനെ അവിടെ അവർ പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ട് അവിടെ തീ കൂട്ടി വെച്ചിട്ട് ചൂടാകാൻ. ഞാൻ പറഞ്ഞു വെള്ളം അഴിച്ചു വിടാൻ പറഞ്ഞു. വെള്ളം അഴിച്ചു വിട്ടപ്പോൾ എൻ്റെ മുട്ടിനകം വരെ ഞാൻ ഐസിനകത്ത് ഇങ്ങനെ കമ്പ് പോലെ നിൽക്കുക. എനിക്ക് അനങ്ങാൻ വയ്യ. ഞാൻ എന്ത് ചെയ്യും? അവർ കല്ലെടുത്ത് ഐസ് പൊട്ടിച്ച് എന്നെ വലിച്ച് പുറത്തെടുത്ത് അങ്ങനെ ചൂടാക്കി. ഏകദേശം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പം രാത്രി 12 മണിയായി. ഇതുവരെയും ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. കർത്താവ് വീട്ടിൽ ചെന്നു. അവരവരുടെ വീട്ടിൽ പോയി. ആ കുഞ്ഞ് രാത്രി ഞങ്ങൾക്ക് റൊട്ടിയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ട് തന്നു. രാത്രി ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ അവിടെ കിടന്നപ്പോൾ അവിടെ ഇച്ചിരി പഠിപ്പ് കഴിവുള്ള ഒരു രാജൻ മസീൻ വഴി അവൻ ഇവർക്കുണ്ടായിരുന്നു. ഞാൻ അത് അവനെ സുവിശേഷം പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറയും, ബ്രദർ ഒരു കാര്യം ചെയ്, ലക്നൗവിൽ ഒരു ബൈബിൾ സ്കൂളുണ്ട്, ഞാൻ അവനെ അവിടെ വിട്ടു. ഞാൻ പറഞ്ഞു ബ്രദർ പോയി അവിടെ പോയി പഠിക്കാൻ പറഞ്ഞു. അവനെ അവിടെ വിട്ടു. അങ്ങനെ ഇവിടെ ദൈവകൃപയാൽ ആ ഭവനത്തിൽ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ അങ്ങനെ ഒത്തിരി പ്രവൃത്തി ചെയ്ത് അങ്ങനെ ഇരിക്കാൻ PG വർഗീസ് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്, ജമ്മു കാശ്മീരിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരൻ പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, രാജമ്മസി നീ ഇവിടെ ചർച്ച നോക്ക്, ഞങ്ങൾ ജമ്മു കാശ്മീരിൽ പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ ഡൽഹൌസിൽ നിന്ന് പത്താംകോട്ട് ചെന്നു. പത്താംകോട്ടിൽ നിന്ന് ജമ്മുവിലെ വണ്ടിയെ കയറി. അപ്പോൾ അവിടെ സത്വാരി എന്ന സ്ഥലത്ത് നമ്മുടെ ഒരു മലയാളി ഭാഷ ഉണ്ടായിരുന്നു. അദ്ദേഹം 3 മാസത്തേക്ക് ബാംഗ്ലൂരിൽ ഏതോ ട്രെയിനിങ് വേണ്ടി പോകാൻ വേണ്ടിയായിരുന്നു, അവർ കുടുംബമായിട്ട്. അപ്പം ഞങ്ങളവിടെ ചെന്നു. അദ്ദേഹത്തിന് വീട്ടിൽ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് രാവിലെ അവർ കുടുംബമായിട്ട് അങ്ങ് പോയി. വീട്ടിനകത്ത് ഒരു ചാവ അരിയാട്ടെ ആട്ടയാട്ടെ ഒരു ചായപ്പൊടി ആട്ടെ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് അന്ന് രാത്രി ഞങ്ങൾ അവിടെ കിടന്നു. അങ്ങനെ ഇരുന്ന ശേഷം അങ്ങോട്ട് കർത്താവിൻ്റെ വേല, അവിടെ ചെറിയ സഭയുണ്ട്, ആ വിശ്വാസ വീട്ടിൽ വിസീർണം ചെയ്ത് അങ്ങനെ 1 മാസം 1.5 മാസത്തോലും അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ജമ്മു കാശ്മീരിലെ സത്വാര ഒരു ഗ്രാമത്തിൽ ഞങ്ങൾക്ക് പോകുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ എന്താണ് ചെയ്തത്?
അവിടെ നമ്മുടെ ഒരു മലയാളി പാർശ്വം കുടുംബം താമസിക്കുന്നത്. ആ ഇദ്ദേഹം ഞങ്ങളെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ വരാം, പക്ഷേ ശനിയാഴ്ച ഞങ്ങൾക്ക് തിരിച്ച് ജമ്മുവിൽ വരാനെന്ന് പറഞ്ഞു. ആ വരാൻ മതി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നാളോട് 2-3 ദിവസം മീറ്റിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഇവിടം വരെ വന്നില്ലയോ, നമുക്ക് ഇന്ത്യൻ ബോർഡർ ഏരിയ ഒന്ന് കാണാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പക്ഷേ നമുക്കങ്ങനെ പോകാനൊക്കത്തില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ഇന്ത്യൻ അതിരിൽ ചെന്നാൽ ഈ പാകിസ്ഥാനിലെ പട്ടാളക്കാർ നമ്മളെ കണ്ടാൽ നമ്മൾ ഒറ്റുകാരാണെന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചു കൊണ്ടുപോകും. എവിടെ നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഏകദേശം 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ദൈവദാസ സ്ഥലവും ബോർഡറിനായിട്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങിച്ചെന്നപ്പോൾ ദൈവകൃപയാൽ ഒരു മലയാളി അന്നത്തെ ഡ്യൂട്ടി നമ്മുടെ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഈ പാകിസ്ഥാനിലെ കുറേ പെണ്ണുങ്ങളും ആ സഹോദരന്മാരും കൂടെ അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ നടുവിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യൻ സ്ത്രീ ബൈബിൾ കണ്ടപ്പോൾ എന്നോടിങ്ങനെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റേ അവിടെ നിൽക്കേ. ഞാൻ ചേട്ടാ പാകിസ്ഥാൻകാർ എന്നെ വിളിക്കുന്നത് ആരാ? എന്നിട്ട് ആ സൗരി പറയാം, പാസ്റ്റേ ഒരു പാട്ട് പാടണം, അല്പം പ്രസംഗിക്കുകയാണെന്ന് പറഞ്ഞു. ദൈവകൃപയാൽ നമുക്ക് അവസരം കിട്ടിയല്ലയോ. ഈ പാകിസ്ഥാൻ ഇന്ത്യൻ ബോർഡർ വലിയ ഭിത്തിയൊന്നുമില്ല, ഏകദേശം ഇത്രയും വീതിയാണ്. ഇത് പാകിസ്ഥാൻ, ഇത് ഇന്ത്യ, ഇത് ബോർഡർ ഏരിയ. ഞങ്ങൾ അവിടെ നിന്നു. ഞാൻ എൻ്റെ ഒരു കാല് പാകിസ്ഥാനിൽ വെച്ചു, മറ്റേ കാല് ഇന്ത്യ വെച്ചു. അങ്ങനെ നിന്നുകൊണ്ട് റബ്ബക്കി ഹോവേ സന്ന എന്നുള്ളതായ ഹിന്ദി പാട്ട് പാടി ദൈവത്തിൻ്റെ വചനം 1/4 മണിക്കൂർ അവരോട് സംസാരിച്ച്, അന്ന് ബാനർജി ഭൂട്ടോയാണ് അവിടുത്തെ പ്രസിഡന്റ്. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി അവർക്ക് വേണ്ടിയും അവിടെ നിന്നവർക്കും എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ജയമസി അല്ലെങ്കിൽ മാറാനാഥ എന്ന് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു മാറാനാഥ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയി. ആ ദൈവദാസൻ ഞങ്ങളെ വണ്ടിയെ കയറ്റാൻ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി രൂപ ഉണ്ടായിരുന്നു. ഞാൻ ആ ദൈവദാസൻ പാസ്റ്റേ ഇത് പാസ്റ്റർ കൈവെക്ക്, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ട വണ്ടിക്കൂലി ഞാൻ ഞങ്ങളുടെ കൈകളുള്ളൂ. അങ്ങനെ വണ്ടി കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഞങ്ങളിവിടെ സത്വാരിയിൽ വന്ന് ഇറങ്ങി. അവിടെ നമ്മൾ വേണമെങ്കിൽ 10 രൂപ ഓട്ടോയ്ക്ക് കൊടുക്കണം, പൈസ ഇല്ല. അവിടെ ഈ 6 മണി ആകുമ്പോഴത്തെ എല്ലാ കടകളും അടയ്ക്കും, ആൾക്കാരില്ല. ഞാൻ കുഞ്ഞിനെ എടുത്തു ഞങ്ങൾ നടന്ന് നമ്മുടെ വീട്ടിൽ ചെന്ന് കഥ തുറന്ന് കയറിക്കടന്നു. കുഞ്ഞിന് പാല് പോലും ഇല്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ആ കർത്താവ് ഞങ്ങൾ സേവിക്കുന്നത്, പാവേ ഈ പച്ചവെള്ളത്തിന് പാലിൻ്റെ രുചിയാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ ഒറ്റ ശ്വാസത്തിനത് വലിച്ചു കുടിച്ചു. അവന് കരഞ്ഞുമില്ല, അലച്ചുമില്ല. അങ്ങനെ കുഞ്ഞു പ്രാർത്ഥന. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ നാളെ ഒരു 100 രൂപ ഞങ്ങൾക്ക് വേണം. എവിടുന്നാ കർത്താവേ? ഞങ്ങൾ പ്രാർത്ഥിച്ച് കടന്നു. ഒരു 12-1 മണി ആയപ്പോൾ ഈ കട്ടിലിൻ്റെ ഇരുമ്പ് കട്ടില ആ കാലേ വന്ന് ഇങ്ങനെ ഏതാണ്ട് ചൊറിയുന്നു, കറകൾ ശബ്ദം കേൾക്കുന്നു. ഇതെന്തുവാടാ? 1, 2, 3 പിന്നെ ഞാൻ പറഞ്ഞു, ഇനിയും ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഞാൻ ലൈറ്റ് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. 4-മത്തെ പ്രാവശ്യം ശബ്ദം കേട്ട് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഇത്ര ചെറിയൊരു എലി 100ൻ്റെ ഒരു നോട്ട് അതിന് വായിൽ കുപ്പി വെച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെ വിളിക്കുക, എണ്ണിക്ക് ഇതാരും നിങ്ങളുടെ പ്രാർത്ഥന മറുപടി. ഞങ്ങൾ പിന്നെയും കിടക്കുക. ആ എലി ആ 100 നോട്ട് കട്ടിലിൻ്റെ കാലിലിട്ടേച്ച് അതങ്ങ് പോയി. ഞങ്ങൾ രൂപ എടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾ ഇത്രയും രൂപ തന്നല്ലോ എന്ന് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു,
നമ്മളൊരു 500 രൂപ ചോദിച്ചിരുന്ന് കിട്ടിയമായിരുന്നു. പക്ഷേ നമ്മൾ എത്ര ചോദിച്ചുള്ളൂ? 100 രൂപ. അത് കിട്ടി, പ്രാർത്ഥിച്ചു, കിടന്നു. രാവിലെ നമ്മുടെ നമ്മുടെ സാറിന്റെ ആവശ്യം നടന്നു അല്ലേ? നമ്മുടെ ആവശ്യം അതെ ദൈവം നടത്തി തന്നു. അതെ. അത്യാഗ്രഹത്തിന് ചോദിച്ചാൽ ഒരു പക്ഷേ കിട്ടത്തില്ല. ആവശ്യങ്ങളാണ് ദൈവം അത്ഭുതങ്ങളിലൂടെ നടത്തുന്നത്. അത് അത്യാഗ്രഹമല്ലാതെ അല്ല, ഞങ്ങൾക്ക് തമാശ ഇന്നത്തെ കാലത്ത് പാസ്റ്റർകളെ, ആളുകളുടെ പ്രാർത്ഥന പലപ്പോഴും അത്യാഗ്രഹമാണ്, അവർക്ക് ആവശ്യങ്ങളില്ല. അതുകൊണ്ട് ഈ യാക്കോബ് ലേഖനത്തിൽ പറയുന്നത് വല്ലാതെ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ഒന്നുമില്ല. രാഷ്ട്രങ്ങളുടെ സാക്ഷ്യം കേട്ടിട്ട് ചിലരൊക്കെ പറയും, എനിക്ക് എലി കൊണ്ട് തന്നിട്ടില്ല, എനിക്ക് കാക്ക കൊണ്ട് തന്നിട്ടില്ല. കാരണം കണ്ണുനീരോടുകൂടെ ഇല്ലായ്മയിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഇന്നും മറുപടി കർത്താവ് തരും. തീർച്ചയായിട്ടും. ദൈവത്തിന്റെ സ്തോത്രം. പറഞ്ഞേട്ടക്കളെ ഒത്തിരി. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രവർത്തിച്ച. പിന്നെ ഈ പാസ്റ്റർ തിരിച്ചിങ്ങ് വന്നു. ഞങ്ങൾ വീണ്ടും ഡെലോസി വന്നു. ഡെലോസി വന്നിട്ട് ആ രാജാ മസിയെ അവിടെ ആക്കി. അപ്പം ഞങ്ങൾ അങ്ങനെ ജമ്മു കാശ്മീർ തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ വേണ്ടി സഹറംപൂർ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് വന്നു, UP-യിൽ. അപ്പം ഞാനും എൻ്റെ ഭാര്യയും, അന്ന് മോനുണ്ട്. പക്ഷേ സഹറംപൂരിൽ വന്നപ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ മോള് ജനിക്കുന്നത്. അപ്പം സഹറംപൂരിൽ അപ്പം മൂത്ത മോൻ അന്ന് അവന് 80-ലാണ് ജനിച്ചത്. 83-ൽ മോള് സഹറംപൂരിൽ ജനിക്കുന്നു. അപ്പം അങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഗ്രാമത്തിൽ പോവുക സുവിശേഷം അറിയിക്കാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഒരു മനുഷ്യൻ ഞങ്ങളെ കണ്ടു. ഞങ്ങളോട് ചോദിച്ചു, ആരാ? ഞങ്ങൾ പാസ്റ്റർമാരാണ്, സുവിശേഷം അറിയിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അഡ്രസ്സ് മേടിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഒരു ഹെർക്കുലീസ് സൈക്കിൾ അദ്ദേഹം മേടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടു തന്നു. മുമ്പിലൊരു കൊച്ചൊരു സീറ്റും. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത്ര നാളിന് പർവ്വതങ്ങൾ കയറി നടന്നു, പ്രവർത്തിച്ചു, എങ്കിലും ദൈവം തക്കതായ സമയത്ത് ഒരു സൈക്കിള് ലഭിക്കാൻ ഇടയാക്കി വന്നു. അങ്ങനെ ഞാൻ സൈക്കിളിൽ ഇരിക്കും, കുഞ്ഞിനെ മുമ്പിലിരുത്തും, ഇളയ മോളെ കുഞ്ഞുങ്ങൾ മടിയിൽ ഇരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഗ്രാമങ്ങളൊക്കെയും പോയി പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ അവിടെ സഭ ഉടലെടുക്കുവാൻ അങ്ങനെ ഒരു ഹിന്ദിക്കാരുടെ വീട്ടിൽ ആ സഭ ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ സഭ ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു മെത്തേഡിസ്റ്റുകാരനായ ഒരു ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മോനെ, അവൻ 10ാം ക്ലാസ് എല്ലാം പാസ്സായപ്പോൾ അവന് പറഞ്ഞു ലാബോറട്ടറി ടെന്നീസ്, എക്സ്ട്രാ ടെന്നീസ് പഠിക്കണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ലക്നൗവിൽ അവനെ അയച്ചു. അവൻ ലക്നൗവിൽ ചെന്ന് ക്ലാസ്സൊക്കെ ആരംഭിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇവനങ്ങ് പ്രശ്നമായി. എന്ന് വെച്ചാൽ കത്രികയും ഈ കത്തിയൊക്കെ എടുത്ത് കൂടിയിരിക്കുന്ന കുത്തുക. എന്തിനാ? അവന് രക്തം കാണണം. അവസാനം ഇവനെ കൊണ്ട് പ്രിൻസിപ്പൾ എല്ലാം വിഷമമായി. പിന്നെ ചെയിൻ മേടിച്ച് കയ്യും കാലും കെട്ടി അവനെ ഒരു മുറിക്കകത്തിട്ടു. എന്നിട്ട് വീട്ടിൽ അറിയിച്ചു. അങ്ങനെ അപ്പം പോയി ആ മോനെ കൊണ്ട് ട്രെയിനൊക്കെ ചങ്ങല ബന്ധിച്ചാണ് വന്നത്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ മദ്യത്തിൽ കൊണ്ടുപോയി, ഗുരുദ്വാര കൊണ്ടുപോയി, അമ്പലത്തിൽ കൊണ്ടുപോയി, മുസൽമാന്മാർ അവിടെ എല്ലാം കൊണ്ടിട്ട് എല്ലാം മന്ത്രമൊക്കെ ചെയ്തിട്ട് ഒരു കുറവായില്ല. അപ്പോൾ ആരോ പറഞ്ഞു, ഇന്ന വീട്ടിൽ ഞായറാഴ്ച പ്രാർത്ഥന നടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കൊണ്ട് ചിലപ്പം സൗഖ്യമാവെന്ന് പറഞ്ഞു. ആ കുഞ്ഞിനെ കയ്യും കാലും കെട്ടി അപ്പനും അമ്മയും കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാൾ നടുക്കുകൊണ്ടങ്ങ് ഇരുത്തി. എല്ലാവരും കരയാൻ തുടങ്ങി. എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, സമാധാനമായിട്ടിരിക്കുക, കർത്താവ് പ്രവൃത്തി വെളിപ്പെട്ടുകളും പറഞ്ഞു. അങ്ങനെ ആരാധന കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പോകാനുള്ളവർക്ക് പോകാം, അല്ലാത്തവരോട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനങ്ങ് പിശാചങ്ങളകി അങ്ങ് തുള്ളിച്ചാടുക. ഒടുക്കം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു, ഞാൻ പ്രാർത്ഥിച്ചു. കൊടുക്കാനായിട്ട് തോന്നുമ്പോൾ ഇവൻ പറയാണ്, ഇത് യേശുവിൻ്റെ രക്തമാണ്, ഞാൻ കുടിക്കത്തില്ല, ഞാൻ കുടിക്കത്തില്ല.
പിന്നെ പിടിച്ച് ജബർദസ്ത് സ്പൂണ് കൊണ്ട് കോരി ഇവൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അവൻ പറയാണ് 14 സാത്താൻ, അതോ എവിടുത്തെ നേപ്പാളിൽ, അവൻ പറയുക ഞങ്ങൾ നേപ്പാളിൽ നിന്ന് വന്നാ 14 എണ്ണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു, പോത്തില്ലെന്ന് പറഞ്ഞു, നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ആ ചർച്ചയിരിക്കുന്ന വീടിൻ്റെ കഥ ഇങ്ങനെ 2 തട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു ഞാൻ ആ കഥ അടയ്ക്കും, കുറ്റിയിടും, ഈ മേളത്തെ ഭാഗം തുറന്ന് പൊക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാറ്റ് പോലെ പൊങ്ങി വന്ന് മേളത്തെ ആ കഥവ് തുറന്നിട്ട് അങ്ങനെ ഇറങ്ങി അങ്ങ് പോയി. ഈ കഥവന്ന് തിരിഞ്ഞങ്ങ് അടച്ചു. അങ്ങനെ ആ സഹോദരൻ അവിടെ സമാധാനമായി കടന്നു. വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിപ്പാൻ കർത്താവ് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ, ഞങ്ങൾ വാടകയുടെ താമസിക്കുന്നത്, അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ മമ്മിയുടെ ഒരു അനിയത്തി ഡെറാഡൂണിലുണ്ട്. അപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഡെറാഡൂണിൽ ചെന്നു. 2-3 ദിവസത്തേക്ക് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ മുറി പൂട്ടിയിട്ടാണ് പോയത്. 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ അയൽവക്കക്കാർ പറയാ, പാസ്റ്ററെ നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഞങ്ങൾ വിഷമിച്ചു. പക്ഷേ ഞങ്ങൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഞങ്ങളിട്ട താളയല്ല കിടക്കുന്നത്. ഞങ്ങളുടെ ആ താള പൊട്ടിച്ച് ഈ കള്ളന്മാരകത്ത് കയറാൻ തുടങ്ങിയപ്പോൾ ആ വാതിലിൻ്റെ നടുവിൽ ഒരു വെള്ളവസ്ത്രം ധരിച്ചതായ ഒരു വ്യക്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവർ പറയുകയാണ്, അയ്യോ അവരുടെ വീട്ടിൽ ഒരു പട്ടാളക്കാരൻ നിൽക്കുന്നു. അവർ പേടിച്ചു പോയി, അലച്ചു കൂവിക്കൊണ്ട് പോകും, അയ്യോ അവിടെ താണ്ടൊരു പട്ടാളക്കാരൻ നിൽക്കുന്നു, അവിടെ ചൗക്കിദാരുണ്ട്. അലച്ചുകൊണ്ട് അവരങ്ങ് പോയി. ദൈവകൃപയാൽ ഒരു ചൂലിൻ്റെ ഒരു ഈർക്കിൽ പോലും എടുക്കാൻ കർത്താവ് അനുവദിച്ചില്ല. ആ വീട്ടുകാർ പിന്നെ വന്ന് താളയിട്ടു. ഞങ്ങൾ വന്ന് താളത്തിനകത്ത് കയറി. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ പ്രദേശത്ത് പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ അവിടെ ഒരു ചർച്ച് ആരംഭിച്ചു. അപ്പോൾ അവിടെ സാറംപൂരിലെ ഈ സ്റ്റാർ പേപ്പർ എന്ന് പറയുന്ന പേപ്പർ മില്ലുണ്ട്. ആ മില്ലിൽ ഒരു വിശ്വാസി ഇന്ത്യക്കാരനുണ്ട്. ഞാൻ പിന്നെ അദ്ദേഹത്തോട് ബ്രദർ ഒരു കാര്യം ചെയ്, ഇവിടെ ഈ നടത്താൻ പറഞ്ഞു. അങ്ങനെ സാറംപൂരിൽ വെച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഞങ്ങൾ ദൈവത്തും അതിന് ശേഷമായിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ PG വരി സാർ പറഞ്ഞു, നിങ്ങൾ ഹിസാറിൽ പോകാൻ, ഹരിയാന ഹിസാർ. ഞങ്ങൾ ചോദിച്ചു, കർത്താവ് എവിടാ ഹിസാർ എവിടാ? ഞങ്ങൾ പാമെന്ന് പറഞ്ഞു. അങ്ങനെ പത്താങ്കോട്ട് വന്ന് ഞങ്ങൾ പിന്നെ ഹിസാറിനുള്ളതായ വണ്ടിക്ക് കയറി ഹിസാറിൽ വന്നിറങ്ങി. അവിടെ വന്നിറങ്ങിയപ്പോൾ നമുക്ക് വീട് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ അടുത്ത് ഒരു സ്കൂളിൻ്റെ അഡ്രസ്സ് കണ്ടു. ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചു, സഹോദര ഞങ്ങൾ ഞങ്ങൾ ഇന്നടത്തൊന്ന് വരിക, ഞങ്ങൾക്ക് റൂമൊന്നും കിട്ടിയിട്ടില്ല, ഒരു വീട് കിട്ടുമെന്ന് ചോദിച്ചു. അവിടെ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇന്ന് ക്രിസ്ത്യാനിയാണ്, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്ക്, നാളെ എൻ്റെ ഒരു ബ്രദറുണ്ട്, അതങ്ങ് രാജസ്ഥാൻ ബോർഡിലാണ് താമസിക്കുന്നത്, നാളെ വരും, അദ്ദേഹത്തിന് വീടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം അദ്ദേഹം വന്നപ്പം ഞങ്ങളെ കൊണ്ട് ആ വീട് കാണിച്ച് ആ വീട് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ അവിടെ താമസമായി. കർത്താവിന് ഒത്തിരി സ്തുതി പറഞ്ഞു. അത് ക്രിസ്ത്യാനിയുടെ വീടാണ്. ഞങ്ങളങ്ങനെ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഹിന്ദിക്കാരുടെ ഇടയിലൊക്കെ ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ ഈ ഹരിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പലരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ക്വാർട്ടറുകളൊക്കെ പോയി സുവിശേഷം അറിയിക്കുകയും പലരും കടന്നു വരാൻ ഇടയായി തീർന്നു. അങ്ങനെ ചില ഹിന്ദിക്കാരും ചില മലയാളികളും കൂടെ അവിടെ ചർച്ച് ആരംഭിച്ചു. പ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വെച്ചാണ് എൻ്റെ ഇളയ മോൻ ജനിക്കുന്നത്, ഹിസാറി വെച്ച്. അപ്പോൾ ഞങ്ങൾ ഈ സൈക്കിളിലാണ് ഞാൻ ചവിട്ടും, എൻ്റെ മൂത്ത മോനും ഇളയ മോളെയും കൂടെ മുമ്പിലിരുത്തും, കൊച്ചു കുഞ്ഞിനെ എൻ്റെ ഭാര്യ മടിയിലിരുത്തി.
ഇങ്ങനെ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ ഓരോരുത്തർക്കും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മലയാളി ഞങ്ങളെ കണ്ടു. പാഷേ എന്നാ വണ്ടിയൊന്നും ഇല്ലയോ? ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പുതുതായിട്ട് വന്നാ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് എന്നെ അങ്ങ് കളിയാക്കി. എന്ത് ടേടാൻ മടിയും ചലിക്കുന്ന എന്തിനാ, ഒരു സ്കൂട്ടർ അങ്ങ് മേടിക്കല്ലോ. അപ്പം 3-4 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ചാക്കോച്ച ഒരു കാര്യം ചെയ്, ഞങ്ങൾ ഈ സൈക്കിളിൽ പോകുന്നതിന് ബ്രദറിന് വിഷമമാണെങ്കിൽ ഒരു സ്കൂട്ടറിങ് മേടിച്ചതാ, പ്രശ്നം തീരത്തില്ലയോ? അദ്ദേഹം ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല, ഞാൻ ഒരു മേലാൽ ചെയ്യാം ഇതൊക്കെ പറഞ്ഞു പോകലെന്ന് പറഞ്ഞു. ഇത് കേട്ടോ എനിക്ക് അല്പമായ ഒരു വിഷമം പോലെ തോന്നി. കാരണം എന്താ ചെയ്യേണ്ടത്, നീ അല്പം പ്രവർത്തിക്കണം. അങ്ങനെ നമ്മൾ സഭയിൽ വരുന്ന എന്തി ഫാമിലി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയറാണ്, മിലിറ്ററിക്കാരനാണ്. അദ്ദേഹത്തിന് അവരുടെ ഭാര്യ ഈ അഗ്രികൾച്ചർ യൂണിയൻ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. തന്നെ മൂത്ത മോക്ക് വേണ്ടി ഒരു കല്യാണത്തിന് ആലോചന വന്നു. അപ്പോൾ കല്യാണ ആലോചന വന്നപ്പോൾ ഇദ്ദേഹത്തിന് LML എന്ന് പറയുന്നതായ നമ്മളൊക്കെ ജനിക്ക് മുമ്പേ ഉള്ള ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അത് താൻ തൻ്റെ വീട്ടിൽ വെച്ചിരിക്കുക. ഒടുക്കി മോടെ കല്യാണം വന്നപ്പം അദ്ദേഹം ഒരു ബജാജിന് ചേത്തൊക്കെ സ്കൂട്ടർ മേടിച്ചു. അപ്പോൾ മേടിച്ചപ്പോൾ ഞങ്ങൾ സൈക്കിളിൽ ചെന്നപ്പോൾ ഇദ്ദേഹം മേത്ത എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു, പാർസർക്ക് സ്കൂട്ടർ വേണം ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നായ LML എന്ന സ്കൂട്ടർ എനിക്ക് തന്നു. എല്ലാ രജിസ്റ്ററെല്ലാം മാറ്റിയെല്ലാം തന്ന്. നമ്മൾ സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തില്ല, പിന്നെ എന്തോ പ്രയോജനം. ഞാൻ ആ സ്കൂട്ടറെ കൈകൊണ്ട് തള്ളി 4-5 കിലോമീറ്റർ ഉണ്ട് തള്ളി വീട്ടിൽ കൊണ്ടുവച്ചു. വീട്ടിൽ കൊണ്ട് കോണി വെച്ചപ്പോൾ ഞങ്ങളുടെ വീട് നേരെ അപ്പുറത്ത് ഒരു കത്തോലിക്ക അച്ഛനാണ് താമസിക്കുന്നത്. ഈ രണ്ട് വീട് ഒരാളുടെയാണ്. അച്ഛൻ ചോദിച്ചു, പാർസേ ഈ സ്കൂട്ടർ എന്താ ഇവിടെ വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഞാൻ ഓടിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കത്തോലിക്കൽ അച്ഛനാണ് എന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ ആ പ്രദേശത്ത്, ഇസാറിൻ്റെ പ്രദേശത്ത് സൈക്കിളും സ്കൂട്ടറിൽ പോവുകയും പ്രവർത്തിക്കുകയും കർത്താവ് എല്ലാ വഴികളും ഒരുക്കി ഞങ്ങൾ ഏകദേശം 6 വർഷക്കാലം ഞങ്ങൾ കർത്താവിൻ്റെ വേല അവിടെ ചെയ്ത് കൊണ്ട് ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ, അന്ന് ഞാൻ ടീം വിട്ട് ഈ IPC നോർത്തേൺ റീജിയണിൽ ചേർന്നു. അങ്ങനെ നോർത്തേൺ ചേർന്നിരിക്കുമ്പോൾ ഒരു സഹോദരൻ, അന്ന് KT തോമസ് അപ്പച്ചനോട് ഇരിക്കുന്നത്, അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ജോർജ് ജോൺ പാസ്റ്റർ 6 വർഷമായി ഹിസാറിലായിരിക്കുന്നു, അദ്ദേഹത്തിന് സ്ഥലമാറ്റം കൊടുക്കണമെന്ന്. അതോ അവിടെ ചർച്ചില്ലായിരുന്നു, നമ്മൾ പോയി സുവിശേഷം പറഞ്ഞ് സ്നാനപ്പെടുത്തി കൊണ്ടുവന്ന ആത്മാക്കളാണ്. എന്നെ ഡൽഹിയിലെ ഗോൾ മാർക്കറ്റിൽ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ അന്ന് അവർ ഗ്രീൻ പാർക്കില്ല. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ ഒരു കാര്യം ചെയ്, പാസ്റ്റർ ഇത്ര വർഷമായല്ലോ, മാറാൻ ചെയ്യും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ഒരു 3 ദിവസത്തെ കൺവെൻഷൻ ഞാൻ അവിടെ നടത്തി. അപ്പോൾ അവിടെ മെതൽ ചർച്ചുണ്ട്. അച്ഛൻ എനിക്ക് വലിയ സ്നേഹമാണ്, ഞാൻ സ്നേഹത്തിൽ കഴിയുക. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഒരു 2-3 ദിവസത്തേക്ക് നമ്മളെ ചർച്ച ഞങ്ങൾക്ക് തരാം, ഒരു കൺവെൻഷൻ നടത്താം. അച്ഛൻ പറഞ്ഞു, വ്യാഴം വെള്ളി ശനി ഞായറാഴ്ച ഞങ്ങൾക്ക് വേണം, മതിയെന്ന് പറഞ്ഞു. അങ്ങനെ KT തോമസ് അപ്പച്ചൻ, K ജോയി, PG ഗീവറീസ്, ഈ 3 പാസ്റ്റർമാരെ ഞാൻ വിളിച്ച് ആ ചർച്ചിനകത്ത് കൺവെൻഷൻ നടത്തിയ മുഴുവൻ ഇന്ത്യക്കാർ, മലയാളി വരെ എണ്ണം മാത്രം. അങ്ങനെ 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് ഞായറാഴ്ച നമ്മുടെ വീട്ടിലാണ് ആരാധന നടക്കുന്നത്. അപ്പം അപ്പച്ചനും വന്നു. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇത് കണ്ടപ്പോൾ, അപ്പച്ചൻ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്, മുഴുവൻ ഇന്ത്യക്കാരാ. അന്നും നമ്മുടെ റീജിയണിൽ ഹിന്ദി പ്രവർത്തനം വലുതായിട്ടില്ല, ഹിന്ദി പാസ്റ്റർമാരില്ല. അപ്പോൾ അപ്പച്ചൻ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, മോനെ, എന്നെ മോനെ എന്നാണ് വിളിക്കുന്നത്, മോനെ ഞാൻ അടുത്ത നമ്മുടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് ഞാൻ പറയും, നമ്മുടെ ഹിന്ദി ജനങ്ങൾ പാസ്റ്റർമാർ ഹിന്ദി സംസാരിക്കണം, ഹിന്ദി പ്രസംഗിക്കണം, ഹിന്ദി വായിക്കണം എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞു.
ദൈവകൃപയാൽ അടുത്ത മാസത്തിൽ മാസയോഗത്തിനും ഭാഷ മീറ്റിങ്ങിന് ഈ കാര്യം പറഞ്ഞു. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നും യൗവനക്കാർ ഗ്രീൻ പാർക്കിൽ, അന്ന് ബൈസ്ക് അവിടെയാണ്, പഠിക്കാനിടയായി തീർന്നു. ചില വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് മലയാളികൾ കൂടുതൽ ഹിന്ദി ഭാഷന്മാരാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളെ അലഹബാദിലേക്ക് വിട്ടു. അലഹബാദ് ഞങ്ങൾ അലഹബാദിൽ ചെന്നു. അപ്പോൾ ഈ സ്കൂട്ടറുണ്ട്, കിച്ചൺ സാധനമുണ്ട്, കട്ടിലുണ്ട്, ഇതൊക്കെ എടുത്ത് അലഹബാദിൽ ചെന്ന് അവിടെ ഒരു വീട്ടിൽ താമസമായി. അപ്പോൾ അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ബൈബിൾ സൊസൈറ്റി ഉണ്ട്, അവിടെ ചർച്ച നടക്കുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പം ഈ ദഹത്തെക്കുറിച്ച് ഒരു നല്ല സാക്ഷ്യമല്ല പറഞ്ഞ ജനങ്ങൾ, വിശ്വാസവും പറഞ്ഞത്. നമുക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഞാനൊടുക്കം അപ്പച്ചനെ വിളിച്ച് പറഞ്ഞു, അപ്പച്ച, ഞങ്ങൾക്കിവിടെ നിൽക്കാൻ ഒക്കുന്നില്ല, ഞങ്ങൾ വേർക്കും സ്ഥലം തരാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഹിസാറിൽ നിന്ന് മാറിയപ്പോൾ അവിടെ ഒരു മലയാളി പാസ്റ്റർ അയച്ചു കുടുംബമായിട്ട്. അവരവിടെ വന്നപ്പോൾ അവർക്ക് ഹിന്ദി അറിയത്തില്ല. അങ്ങനെ വളരെ ഹിന്ദിക്കാർ എല്ലാവരും അങ്ങ് പോയി. അവിടെ ആരുമില്ല, 2-3 മലയാളിയായി. അങ്ങനെ അവർ വേല അങ്ങ് തല്ലിപ്പള്ളി പരിഞ്ഞു പോയി. എങ്കിലും ഞങ്ങളെ കർത്താവ് അലഹബാദിൽ നിന്ന് ഇവിടെ രാജസ്ഥാൻ കോട്ടയിൽ കൊണ്ടുവന്നു. അവിടെ കോട്ടയിൽ ഞങ്ങൾ വന്ന് അവിടെ നേരത്തെ ആരാധനയുണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുമ്പനാട്ടെ TS എബ്രഹാമിൻ്റെ മൂത്ത മകൾ മേഴ്സിയും അവർ കുടുംബമായിട്ട് അവിടുത്തെ മിലിറ്ററിയിലാണ്, അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ആരാധനയ്ക്ക് വന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ ആരാധന നടത്തി. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങൾക്കും അവിടെ ക്രിസ്ത്യൻ സ്കൂളിൽ ഒരു ബ്രദറാൻ നടത്തുന്നതാണ്, അഡ്മിഷൻ കിട്ടി. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫീസ് തന്നു. ഞങ്ങൾ ലോണം കൊടുക്കാട്ടൊന്നും വന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ 10ാം ക്ലാസ് വരെ അവിടെ പഠിക്കുവാൻ കർത്താവ് ഇടയാക്കി. അവിടെ 4 വർഷം കഴിഞ്ഞ ശേഷമായിട്ട് ഞങ്ങളോട് പറഞ്ഞു ഡൽഹിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ദിൽഷാദ് ഗാർഡനിലാണ് ഞങ്ങൾ വന്നു. ദിൽഷാദ് ഗാർഡൻ. അപ്പോൾ അവിടെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നു, ആരാധന നടക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്നു ആരാധന നടത്തി. അങ്ങനെ ഇരിക്കുമ്പം അതിനടുത്താണ് കേരള സ്കൂളുണ്ട്, മണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം ഞങ്ങളുടെ പിള്ളേർക്ക് മലയാളം അറിയത്തില്ല, ഹിന്ദിയും ഇംഗ്ലീഷും അറിയാം, മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ കേരള സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ മലയാളിയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ. അദ്ദേഹത്തോട് പറഞ്ഞു. അവിടെ അദ്ദേഹം പറഞ്ഞു ഒരു ടെസ്റ്റൊക്കെ ഇട്ടു, ഇവർ 2 പേരും പാസ്സായി. അപ്പോൾ ഇളയ മോനെ ഞങ്ങൾ അവിടെ ഒരു ക്രിസ്ത്യൻ സ്കൂളുണ്ടായിരുന്നു ഹിന്ദിക്കാരുടെ, അവനവിടെ പഠിച്ചു. അങ്ങനെ ആ പിള്ളേർ ഞങ്ങൾ മൂത്ത 2 പേരും ആ കേരള സ്കൂളിൽ പഠിക്കാൻ ചെന്നപ്പോൾ അവർ സംസ്കൃതം കൊടുത്തു. അങ്ങനെ സംസ്കൃതം പഠിപ്പാൻ കർത്താവ് ഇടയായി. അങ്ങനെ 12ാം ക്ലാസ് വരെ എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ പഠിച്ച് ഏറ്റവും ടോപ്പിലുള്ള മാർക്ക് മേടിച്ച് അവർ ജയിച്ചു. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞോടെ ആങ്ങള അന്നൊരു ബോംബെയിൽ ജോലിയാണ്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, മൂത്ത മോൻ്റെ ഒരു ബ്ലസൻ എന്നാണ്, അവനോട് ബ്ലസനെ എൻ്റെ അടുക്ക വിടാൻ പറഞ്ഞു. അങ്ങനെ അവൻ 2 വർഷക്കാലം അവൻ ബോംബെ പോയി അവിടെ പഠിച്ച് ITI മാനേജരായി പഠിക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ മോള് അവിടെ മറ്റൊരു കോളേജിൽ പഠിക്കുവാൻ കർത്താവ് ഇടയാക്കിയത്. അങ്ങനെ ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസം ഡൽഹിയിൽ പൂർത്തീകരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് അങ്ങനെ ദിൽഷാദ് ഗാർഡനിൽ നിന്ന് ഞങ്ങൾ മാറാൻ പോയത് മയൂർ വിഹാർ ഫേസ് 3. അങ്ങനെ ഫേസ് 3യിൽ വന്നു. ഫേസ് 3 വന്നപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തൊരു വാടക വീടുണ്ട്, അവിടെ നേരത്തെ ഒരു ചെറിയ ചർച്ചുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചർച്ച് മീറ്റിംഗ് നടത്തുകൊണ്ടിരിക്കുമ്പോൾ റയൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന അടുത്തൊരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂൾ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്കൂളിൻ്റെ പണിയെല്ലാം നമ്മളൊരു ഏജിക്കാരനാണ് അതിൻ്റെ മെയിൻ ആൾ.
അദ്ദേഹം ബോംബെയിലുള്ളതാണ്. അദ്ദേഹം ഈ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഈ സ്കൂളെല്ലാം പണി കഴിഞ്ഞപ്പോൾ ഈ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങളെ കൊണ്ട് സ്കൂൾ ഓപ്പൺ ചെയ്യിച്ചു. അങ്ങനെ സ്കൂൾ കിട്ടി തുറന്നപ്പോൾ പറഞ്ഞു, ഫസ്റ്റ് ഫ്ലോറിലെ 3-ാം ക്ലാസ് റൂം നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ റൂം കിട്ടി. AC ഉണ്ട്, ലൈറ്റുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞായറാഴ്ച അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി ആരംഭിച്ച് വളരെ ആൾക്കാർ അവിടെ കരുവാൻ കർത്താവ് ഇടയാത്തീർന്നു. ഇന്ത്യക്കാർ ഇടയാത്തീർന്നു. പലരും സ്നാനപ്പെട്ട് ദൈവകൃപയാൽ 3-4 വർഷക്കാലം ആ പ്രദേശമായിരിക്കാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കും. അവിടെ മറ്റൊരു പാസ്റ്ററെ വിട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു കിൻസൈ ക്യാമ്പിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ കിൻസൈ ക്യാമ്പിൽ ഞങ്ങൾ വന്നു. അവിടെ ഇന്ത്യക്കാരും ആരും ഇല്ലായിരുന്നു, മലയാളികളായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ കിട്ടിയ വീട് ഒരു CNA-ക്കാരുടെ ഒരു കുടുംബമാണ്. അവർ ആ സഹോദരർ സ്ഥാനപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങളവിടെ താമസിച്ച് അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ അനേക ഹിന്ദിക്കാർ ജ്ഞാനപ്പെടുവാൻ കർത്താവിൻ്റെ വേല വളരെ വ്യാപരിപ്പാൻ കർത്താവ് ഇടിയാത്തീർന്നു. അങ്ങനെ കിൻസൈ ക്യാമ്പിൽ നല്ലൊരു ചർച്ച ഉൾക്കെടുക്കുവാൻ കർത്താവ് ഇടിയാത്തീർന്ന് ഏകദേശം 3-4 വർഷക്കാലം ഞങ്ങൾ അവിടെയായിരുന്നു. അവിടെ ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്താണ് ഹരിനഗർ എന്ന് പറയാം, മഹാവീർ എൻക്ലേവ് എന്ന സ്ഥാനത്തേക്ക് വിട്ടു. അവിടെ വന്നപ്പോൾ വിശ്വാസികളെ ഇല്ല. ഞങ്ങൾ സ്വയമായിട്ട് വന്ന് അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ താമസമായി. ഞങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ വീടുകളെല്ലാം കയറുന്ന സമയത്ത് വേറൊരു ഭാഷ അവിടെ വന്നു. അദ്ദേഹം ഞങ്ങൾ കയറുന്ന വീടുകളിൽ കയറി പറയും, ഇദ്ദേഹത്തെ IPC അയച്ചതല്ല, എന്നെയാണ് അയച്ചത് എന്നിങ്ങനെ പറഞ്ഞ് നമുക്കിഷ്ടമുള്ളവരൊക്കെ അവരങ്ങ് വിപരീതമാക്കി. ഒടുക്കം ഞങ്ങളവിടെ നിന്നപ്പം ഞാൻ പറഞ്ഞു വന്നവരെ ഞാനവിടെ ചർച്ചിലേക്ക് വിട്ടു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അപ്പച്ച ഞങ്ങളെ ഇവിടെ വേറെ സ്ഥലത്തേക്ക് മാറാൻ തരാൻ പറഞ്ഞു. അങ്ങനെ ഹരിനഗർ എന്ന സ്ഥലത്ത് അവിടെ ഞങ്ങൾ വന്നു. അവിടെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ വിശാലമായി അങ്ങനെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല ഹിന്ദിക്കാരും നേപ്പാളികൾ വരുവാനിടയായി. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി അയച്ചിരുന്നപ്പോഴാണ് അങ്ങനെ അവിടെ ഞങ്ങൾ 4 വർഷക്കാലം കർത്താവിൻ്റെ വേല ചെയ്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 3 പേർക്കും അവിടെ നിന്നപ്പോൾ ജോലി കിട്ടി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ മയൂർ ഫേസ് 2 എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹം ഈ വെളിപ്പാട് പുസ്തകം, സമാഗമന കൂടാരം എഴുതുക, അതിൻ്റെ പടം വരയ്ക്കുക, അത് വിറ്റാണ് താൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കും പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരും. ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും കൈമടക്ക് ഞങ്ങൾ കൊടുക്കും. ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 പൈസ പോലുമില്ല. കർത്താവ് എന്താ ചെയ്യേണ്ടത്? ദൈവദാസൻ വന്നല്ലോ. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ പോകുന്ന സമയം എനിക്ക് ക്ഷയിക്കാൻ തന്നു. പ്രൈസുകൾ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്ലസൻ മൂത്ത മോൻ അവൻ വന്ന് പാസ്റ്റർക്ക് കൈ കൊടുത്തു. മോള് വന്നു, അവളും പാസ്റ്റർ കൈ കൊടുത്തു. ഇളയ മോനും വന്നു, പാസ്റ്റർ കൈ കൊടുത്തു. വെറും കാലി കൈയല്ലായിരുന്നു. അവർ കഴിയുന്നതനുസരിച്ച് ചെറിയ തുക അങ്ങനെ ദൈവത്തിൻ്റെ ദാസന് കൊടുക്കുവാൻ കർത്താവ് ഇടയായി. അങ്ങനെ ഞങ്ങളവിടെ ആയിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഈ പ്രദേശത്താണ് നടക്കുവാൻ കർത്താവ് ഇടയാത്തിരുന്നത്. എൻ്റെ മൂത്ത മോൻ്റെ ഭാര്യ എൻ്റെ അടുക്കലുണ്ട്. ആ മോളുടെ പേര് ബ്ലസ്സി എന്നാണ്. അദ്ദേഹം ഇവിടെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞു. കർത്താവ് 2 ആൺമക്കളെ തന്നു. മോളുടെ വിവാഹം കഴിഞ്ഞു. അവളെ ബാംഗ്ലൂരിലാണ് കെട്ടിച്ചത്. അവൾക്കൊരു മോനും ഒരു മോളുമുണ്ട്. അങ്ങനെ ഇളയ മോനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവനും 2 മക്കളെ കർത്താവ് കൊടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം
ഏറെയായാൽ 80 സംവത്സരം. മക്കളെയും കൊച്ചുമക്കളെയും കാണുമെന്ന് പറഞ്ഞു. ദൈവകൃപയാൽ ദൈവത്തിൻ്റെ എനിക്കിന്ന് 77 വയസ്സായി. ഈ ജൂൺ ആകുമ്പോൾ 78ലേക്ക് പ്രവേശിക്കും. മക്കളെയും കണ്ടു, കൊച്ചുമക്കളെയും കണ്ടു. ഞാൻ പറയട്ടെ, ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി ഞാനും എൻ്റെ ഭാര്യയും കൂടെ വെറും കയ്യോടെ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നതാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ഞങ്ങൾ ദൈവകൃപയാൽ നവാദ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് 3 റൂം സെറ്റ് ഒരു വീട് മേടിക്കുവാൻ കർത്താവിടിയായി. എൻ്റെ മൂത്തവൻ്റെ ഒരു കാറ് മേടിച്ചു, 2 ബൈക്കുണ്ട്, സ്കൂട്ടറുണ്ട്. എല്ലാം കർത്താവ് തന്ന് ഞങ്ങളെ മാനിച്ചു. അങ്ങനെ 65 വയസ്സ് കഴിഞ്ഞാൽ റീജിയണൽ നിയമമുണ്ട്, സഭാ ചാർജ് തരത്തില്ല. അപ്പോൾ എന്നോട് വിളിക്കും, പാർട്ടിന് സഭാ ചാർജ് വേണ്ട, IPC നോർത്ത് റീജിയനിലെ ചർച്ചുകൾ വിസിറ്റ് ചെയ്യുക എന്നൊക്കെ. ഞാൻ ശരിയാക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നവാദ വന്നപ്പോൾ അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാരായണ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു വലിയ ചർച്ചുണ്ട്. അവിടെ നിന്നുള്ള ഏകദേശം ഒരു 5-8 ഫാമിലിക്കാർ ഈ നവാദ വന്ന് വീട് ലോണിന് വാടകയ്ക്ക് എടുത്തു. അങ്ങനെ അവർ വീട് വാടകയ്ക്ക് എടുത്തപ്പോൾ ഇവർക്ക് ഇവിടുന്ന് അവിടെ ഇപ്പം വളരെ ദൂരമായപ്പോൾ ആ വന്ന സഹോദരന്മാരങ്ങൾ തീരുമാനിച്ചു, നമുക്കിവിടെ ഒരു ചർച്ച് ആരംഭിക്കണം. അങ്ങനെ തീരുമാനിച്ചപ്പോൾ ചർച്ച ആരംഭിച്ചാൽ വാടകയ്ക്ക് ഹോൾ എടുക്കണം. 2, ഒരു പാസ്റ്ററേയും കുടുംബത്തെയും കൊണ്ടുവന്നാൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. സ്കൂളിൽ പണി പിള്ളേരാണ്, അവർക്ക് ഫീസ് കൊടുക്കണം, കറണ്ട് ചാർജ് കൊടുക്കണം എന്ന് വേണ്ട. ഇങ്ങനെ വലിയൊരു തുക ഇവരുടെ മുമ്പിൽ വന്നു. അപ്പോൾ അവർക്ക് പ്രയാസമായി, കാരണം ഇവരെല്ലാം വീട് ലോൺ എടുത്തിരിക്കുന്നവരാണ്. അപ്പം 3-4 സഹോദരന്മാർ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് പാസ്റ്റർക്ക് സഭാ ചാർജൊന്നുമില്ലല്ലോ, ഒരു 2 വർഷത്തേക്ക് നമുക്ക് ഇവിടെ ചർച്ച നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ നടത്താമെന്ന് പറഞ്ഞു, സമ്മതിക്കാമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ വെച്ചാൽ വീട് വാടക വേണ്ട, കറണ്ട് ചാർജ് കൊടുക്കണ്ട, പിള്ളേർക്ക് ഫീസ് കൊടുക്കേണ്ട. കാരണം ഇതെല്ലാം അവർക്ക് സഹായമായി. അങ്ങനെ നവാദയിൽ 2 വർഷക്കാലം കർത്താവ് വേല ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി, ആത്മാക്കളെ തന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ ഉത്സാഹത്തോടെ അങ്ങനെ 2 വർഷം തികഞ്ഞപ്പോൾ ഒരു ദൈവദാസനൊക്കെ അവിടേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങൾ നവാദയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രയാസമുണ്ടായി. അത് യൂറിൻ പോകാൻ വളരെ പ്രയാസം. ഞാൻ അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഇരുന്നപ്പോൾ എൻ്റെ മൂത്ത മോള് ഗംഗാറാം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. എന്നെ കൊണ്ട് അവിടെ പോയി ടെസ്റ്റെല്ലാം ചെയ്തപ്പോൾ എൻ്റെ കിഡ്നിക്കകത്ത് ക്യാൻസറാണെന്ന് അറിയാനിടയായി തീർന്നു. ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു. എനിക്കതിന് വേണ്ട മരുന്നെല്ലാം തന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നുവരെയും അത് മറ്റും വരാതെ സൗഖ്യത്തോടെ കർത്താവ് പരിപാലിച്ചു, കർത്താവ് നടത്തുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ടും മക്കളും എല്ലാവരുമായി ഒന്നിച്ച് അവിടെ താമസിച്ച് പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുമ്പോഴാണ് പറഞ്ഞ ഗോൾ മാർക്കറ്റിലേക്ക്, അവിടെ ഭാഷമാരില്ല, എന്നെ നമ്മുടെ ഹെഡ് ഓഫീസിൻ്റെ അവിടെ ഗോൾ മാർക്കറ്റിൽ എന്നെ അയച്ചു. അവിടെ 2023 മുതൽ 24-25 വരെ 2 വർഷക്കാലം അവിടെ പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയായിത്തീർന്നു. അങ്ങനെ 2023 നവംബർ മാസം 11-ാം തീയതി ഞാൻ സൺഡേയിൽ, അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഇവിടെ നവാദ ചർച്ച് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ മാത്രമേ അവിടെ പോകുന്നുള്ളൂ. ആരാധന നടത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കറിയാതെ ഒരു തലകറക്കമോ
മറ്റൊന്നും എനിക്കില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് അങ്ങോട്ട് വീണപ്പോൾ അവിടുത്തെ പുൽപ്പറ്റ് കണ്ണാടി കൊണ്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ട് എൻ്റെ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞ് ഏകദേശം 6 കുത്തിക്കെട്ടുള്ള രീതിയിൽ തലയോട്ടിയത് അവിടെ കീറിപ്പോയി. ഞാൻ താഴെ വീണു. ഇതാരും അറിയാം, കാരണം ആരാധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ പുൽപ്പറ്റ് താഴേക്ക് വീണു. പുൽപ്പറ്റ് താഴേക്ക് വീണപ്പോഴാണ് അവർ നോക്കുന്നത്, അയ്യോ ഞങ്ങളുടെ വാഷ് താഴെ വീണല്ലോ. അപ്പോൾ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ്, 2 സ്റ്റാഫ്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ വന്ന് എന്നെ CPR നോക്കി, എൻ്റെ കൈയെല്ലാം പൾസുണ്ടോ നോക്കി, ശ്വാസമുണ്ടോ നോക്കി, ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എന്താണ്, ശരീരം മുഴുവൻ തണുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ സഹോദരിമാർ അലച്ചു പോവാൻ തുടങ്ങി, ഞങ്ങളുടെ പാസ്റ്റർ സ്വർഗത്തിൽ പോയി, ഓ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിയുടെ ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത 3 ആംബുലൻസുകാരെ വിളിച്ചു. എന്തിനാ? എൻ്റെ ഡെഡ് ബോഡി മോർച്ചറി കൊണ്ടുപോകാൻ. അപ്പോൾ ഈ 3 പേരും ഞങ്ങളിപ്പോൾ അവിടെ ഇല്ല, ഞങ്ങൾ വെളിയിലാണ്, 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ 2 സഹോദരന്മാർ എൻ്റെ 2 കാല് അവരുടെ മടിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തിരുമാൻ തുടങ്ങി, മാലിഷ് ചെയ്യുവാൻ തുടങ്ങി. ഏകദേശം 1/2 മണിക്കൂർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാല് ചൂടായി. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഞെട്ടി. ആ ഞെട്ടലോടെ ഇവിടെ കൂടെ രക്തമൊഴുകുവാൻ തുടങ്ങി. ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചതാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അങ്ങനെ ജീവൻ പ്രാപിച്ച് ശ്വാസമായി അവർ ഞങ്ങളുടെ ഭാഷ ജീവിച്ചു. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ആ സഹോദരി താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മെയിൻ ഡോക്ടർക്ക് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർക്ക് ഇന്ന പോലെ സംഭവിച്ചു, ഞാൻ ആശുപത്രിയിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ലാബിലും എക്സ്ട്രാക്കാർക്കും എവിടെല്ലാം ഉണ്ടോ ടെസ്റ്റ് ചെയ്യുന്നു അവർക്കെല്ലാം വിളിച്ചു പറഞ്ഞു. എന്നെ എന്താണ് അവർ ഒരു കാറുണ്ടായിരുന്നു, ആ കാറിൽ കടത്തി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മറ്റൊരു സഹോദരൻ അവൻ്റെ സ്കൂട്ടറിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് വീൽ ചെയർ എടുത്തുകൊണ്ട് വന്നു. എന്നെ പൊക്കിയെടുത്ത് വീൽ ചെയർ ഇരുത്തി. പക്ഷെ എനിക്കൊന്നും അറിയുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന്. വീൽ ചെയർ കൊണ്ടുപോയി ഡോക്ടർ ആദ്യം ചെയ്തത് എൻ്റെ മുറിഞ്ഞ ഭാഗത്ത് സ്റ്റിച്ചിട്ടു, പട്ടി കെട്ടി. സാധാരണ കൈ മുറിഞ്ഞാൽ എന്താ ചെയ്താൽ ആ ഭാഗം മരവിപ്പിക്കും. പക്ഷെ എന്നെ സ്റ്റിച്ച് ചെയ്ത് മരവിച്ചില്ല, എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ സ്റ്റിച്ച് ചെയ്തു, എക്സ്റേ എടുത്തു, ബ്ലഡ് നോക്കി, യൂറിൻ നോക്കി, കൊളസ്ട്രോൾ നോക്കി, സകല ടെസ്റ്റുകളും ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് ഈ റിസൾട്ട് ഈ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറയുക, അയ്യോ ഇതെന്തോ ഇത്, ഒരസുഖം പോലുമില്ല, യൂറിനില്ല, BP ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, എന്തോ പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ അങ്ങ് വിഷമമായി, ഇതെന്തോ സംഭവിച്ചത്. ഏകദേശം 2 മണിക്കൂർ എന്നെ അവിടെ കട്ടിലേക്ക് കടത്തി. വിശ്രമിച്ച ശേഷമായിട്ട് എന്നെ എണ്ണിപ്പിച്ചു എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പെട്ടെന്നും ഞങ്ങളുടെ മോന് ഫോൺ വിളിച്ച് പറഞ്ഞു, അവർ കാറും കൊണ്ടുവന്നു. നോക്കണമേ, പോയപ്പോൾ ആ സ്റ്റാഫ് ഡോക്ടറെ ചോദിക്കുക, ഡോക്ടർ നിങ്ങൾക്ക് മരുന്നൊന്നും കൊടുക്കണ്ടായോ? മരുന്ന് അവൻ പറയും, എന്തിനാ മരുന്ന് തരേണ്ടത്, ഒരു രോഗവുമില്ല, പിന്നെന്തിനാ മരുന്ന്? അപ്പോൾ പോകുന്ന സമയത്ത് എന്നോട് ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ രാവിലെ എവിടെയെങ്കിലും പോകുമ്പോൾ 1 കിലോ ചായയോ 2 ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സൺഡേയിൽ ആഹാരമൊന്നും കഴിക്കാത്ത ഫാസ്റ്റിങ്ങിലാണ് പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിൽ ചെന്ന്, ഞങ്ങൾ 4-ാം നിലയിലാണ്. ഞാൻ സ്റ്റെപ്പ് കയറി മേളിൽ ചെന്നു. 2 ആഴ്ചക്കാലം വിശ്രമിച്ചു. അതിന് ശേഷമായിട്ട് എനിക്ക് ആരോഗ്യമായി സംസാരിക്കാൻ തുടങ്ങി, നല്ല ശക്തിയായി. അപ്പോൾ എനിക്ക് തോന്നി ഈ സ്റ്റാഫിൻ്റെ വീട്ടിൽ പോകാൻ. മെട്രോയിൽ കയറി
ഞാൻ ആ സ്റ്റാഫിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരിയാണ്, സിസ്റ്ററാണ് ഈ കാര്യമെല്ലാം പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. എൻ്റെ കർത്താവേ, ഇത്രയൊക്കെ സംഭവം നടന്നിട്ടും എനിക്കൊന്നും അറിയാനിടയായില്ലല്ലോ. എങ്കിലും കർത്താവ് എന്നെ സഹായിച്ച് രണ്ടാമത് ജീവൻ തന്ന് അങ്ങനെ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ കർത്താവ് ഇടിയാക്കി തീർത്തു. ദൈവജനങ്ങളെ, 2024 ജൂൺ മാസത്തിൽ ആ ഗോൾ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഡിസ്ചാർജായി, അല്ലെങ്കിൽ അവിടുത്തെ ചാർജ് വിട്ടു. എനിക്കിപ്പോൾ ചർച്ച് മിനിസ്ട്രി ഇല്ല. ഞാൻ പല സ്ഥലത്തുകളൊക്കെയും കടന്നു പോവുകയാണ്, വിസിറ്റ് ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദൈവകൃപയിൽ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കർത്താവ് ഇത്രത്തോളം പരിപാലിച്ചു. വരുന്നതായ കാലങ്ങളിലും കർത്താവിൻ്റെ ഹിതം പോലെ ആക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ അവസരം തന്നതായ ഞങ്ങളുടെ ഈ ടി വിയോടുള്ള എല്ലാവിധമായ സ്നേഹം അറിയിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. താങ്ക് യു പാസ്റ്ററുകളെ, ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, ഈ സാക്ഷ്യത്തിനൊരു തലവാചകം, ഒരു തലക്കെട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി തലക്കെട്ടുണ്ട്. ഞാൻ ആരംഭത്തിൽ നമ്മൾ ഈ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പേ അങ്കിളിനോട് ഞാൻ ചോദിച്ചു ഒരു ഹെഡിങ് എന്തായിരിക്കണം കൊടുക്കേണ്ടതെന്ന്. അച്ഛനും പാസ്റ്ററിനോട് ഒന്നിച്ച് സുവിശേഷവേല ചെയ്ത കഥ കൊടുക്കണോ, അതോ അച്ഛനെ കുടി നിർത്തിയ കഥ കൊടുക്കണോ, അതോ ദലൈലാമയോട് സുവിശേഷം പറഞ്ഞ കാര്യമാണോ പറയേണ്ടത്, പിന്നെ എന്തൊക്കെയാ കള്ളൻ വീട്ടിൽ കയറിയിട്ട് പോയ കഥയാണോ പറയേണ്ടത്, അല്ലേ? കാക്ക സോപ്പ് കൊണ്ടുവന്നു, എലി 100 രൂപ കൊണ്ടുവന്നു. അപ്പോൾ ഇതിലേതാ ഇപ്പോൾ ടൈറ്റിൽ കൊടുക്കേണ്ടതെന്ന് ഞാൻ തന്നെ അങ്ങ് കൺഫ്യൂഷനില്ല. പിന്നെ മരിച്ചിട്ട് ജീവിച്ച് എഴുന്നേറ്റ് വന്നു, കിഡ്നിക്ക് വന്ന ക്യാൻസർ, അതിന് പിന്നെ ഇത് എന്താ പറഞ്ഞ കീമോ വല്ലതും എടുത്തായിരുന്നോ, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നോ? 6 മാസം 6 മാസം മരുന്ന് മാത്രമേ എടുത്തുള്ളൂ, കീമോ ഒന്നും എടുത്തില്ല. അതിന്റെ അർത്ഥം അവർക്ക് അങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടെന്ന സംശയം വന്നെങ്കിലും പിന്നീട് ദൈവം അത് സൗഖ്യമാക്കി. അതെ, അതിനകത്ത് അങ്ങനെ ഒരു കീമോ എടുക്കേണ്ടി വന്നില്ല. അതെ, നമ്മുടെ ദൈവമേ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. എന്നോട് ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഈ പഴയ കാലം പോലെ ഇന്നും അത്ഭുതങ്ങളുണ്ടോ എന്ന്. അപ്പം പ്രിയപ്പെട്ട പാസ്റ്ററുകളുടെ സാക്ഷ്യം കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഈ കാലഘട്ടത്തിലും അത്ഭുതങ്ങൾ നടക്കുന്നു. പെന്റിക്കോസ്റ്റൽ ചർച്ചകളിൽ നടക്കുന്നു, നോർത്ത് ഇന്ത്യൻ ചർച്ചകളിൽ നടക്കുന്നു. ഞങ്ങളൊക്കെ അതിന് സാക്ഷികളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു ടൈറ്റിൽ ഇടാൻ പറ്റാത്ത ഒരു സാക്ഷ്യമായിട്ട് ഈ സാക്ഷ്യം മാറിയിരിക്കുന്നത്. എത്ര അനുഗ്രഹമുള്ള ഒരു ജീവിതാനുഭവം നമ്മൾ കേട്ടത്. എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പറയാൻ ബാക്കിയുണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും വിട്ടുപോയതോ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ 2 വാക്കുണ്ടെങ്കിലൊക്കെ പറയാം. ഇത്രേ ഉള്ളൂ പറയാൻ. അതെ, ഒരു സന്തോഷമുണ്ട്. 1948 ജനിച്ചത് അല്ലേ? അതെ, 1948 ജനിച്ചു. അതെ, എൻ്റെ പപ്പാടേയും ജനനം 1948 ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. എൻ്റെ പപ്പാടെ പ്രായം ഏകദേശം. ദൈവത്തിന് സ്തോത്രം. ദൈവം ധാരാളമായിട്ട് ഇനിയും ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെയൊക്കെ കുടുംബങ്ങളെയൊക്കെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പാസ്റ്ററുകളിൽ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ ജീവിതത്തിലും ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ, ഒരു വിശ്വാസത്തിന് വർധന ഉണ്ടാകട്ടെ. പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ അൻപായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയോടടുക്കുന്ന സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നൊരു പകൽക്കാലം ഞങ്ങൾക്ക് വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി. ഇന്ന് സായാഹ്ന സമയത്ത് കർത്താവ് ആ സാധിച്ചോട് ചേർന്ന് അടിയൻ സാക്ഷ്യം വഹിപ്പാനും മലർദൈവം കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി. ഇതിൻ്റെ എല്ലാവിധമായ പ്രവർത്തന മണ്ഡലങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യം ആരോഗ്യം ദൈവകൃപയും പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ടി വി മുഖാന്തരമായിട്ട് അനേക ജീവിതങ്ങൾ യേശുവിനെ അറിയുവാനും പലരുടെ സാക്ഷ്യം കേൾക്കുവാൻ ഇടയാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനത്തിന് വേണ്ടി അനേക ദൈവദാസന്മാർ കടന്നു വരുവാൻ കർത്താവിനെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ എല്ലാവരും പെരുവരായി ഓർത്ത് പ്രാർത്ഥന തിരുനാമം ഞങ്ങളിൽ കൂടെയെല്ലാം മഹത്വപ്പെടുത്തണമേ. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപ ഇന്ന് വന്നുകൂടി നിൻ്റെ മക്കളോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഇപ്പോഴെപ്പോഴും കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. താങ്ക് യു മക്കളെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു പ്രാവശ്യം നന്ദി പറയുക. ഇന്ന് രാവിലെ ഡൽഹിയിൽ ഭൂകമ്പമൊക്കെ ഉണ്ടായി അല്ലേ? ഉണ്ടായി, ഭയങ്കര കുലുക്കമായിരുന്നു. ഞാനിങ്ങനെ കേട്ടു ആളുകൾ ഇങ്ങനെ വാർത്തയിലൊക്കെ പറയുന്നത് അതിന്റെ ആ മാഗ്നിറ്റ്യൂഡ് കുറവായിരുന്നെങ്കിലും അത് ഭയങ്കര എഫക്റ്റ് ആയിരുന്നു എന്നാ പറയുന്നത്. ഭയങ്കര, ഞങ്ങളെല്ലാം കുലുങ്ങിപ്പോയി. ഓ അത് ശരി. 4.0 ഏതാണ്ട് ഉള്ളായിരുന്നു. എങ്ങനെന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ഈ പ്ലെയിൻ പൊങ്ങുമല്ലോ, അതെ, ഭയങ്കര ശബ്ദത്തോടു കൂടി ആ ഒരു ശബ്ദം ഭൂമിക്കടിക്കൂടി ഇങ്ങനെ പോവുകയും വീടെല്ലാം ഇങ്ങനെ കുലുങ്ങി ഇരുന്ന കട്ടിലിൽ ഞങ്ങളെല്ലാം കുലുങ്ങിപ്പോയി. ഓക്കെ. വെളുപ്പിനെയായിരുന്നു അല്ലേ? വെളുപ്പിനെയായിരുന്നു. ഒരു വലിയ മുഴക്കം പോലെ 5:30 ആയി കാണും. അതെ, 5:36 എന്നാ വാർത്തക്കകത്തൊക്കെ പറഞ്ഞത്. ഒരു വലിയ മുഴക്കം പോലെ. ദൈവം. ശരി. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഭൂമികുലുക്കം ഉണ്ടായി. ദൈവം നിങ്ങൾ ഡൽഹിക്കാരെയൊക്കെ സൂക്ഷിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്തു. അപകടമൊന്നും ആർക്കും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇത് ഒരു വാർത്ത ഇതും കേട്ടിട്ടില്ല. അതെ അതെ അതെ. അവസരം തന്നതിനാൽ വളരെ നന്ദി. സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്ററുകളെ. താങ്ക് യു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോട് നന്ദി പറയുക. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.